ശരിക്കും ആലോചിച്ചു എന്താ ചോദിച്ചെന്ന്? എന്താ ശരിക്കും ആലോചിച്ചു നോക്കി. മധുവിധു എന്നോട് നമ്മ സ്ക്രീൻഷോട്ട് എടുക്കല്ല എന്ന് പറഞ്ഞു. ഞാൻ എടുത്തുമില്ല. എന്താണ് അടിക്കുന്നത്? എന്താണെന്ന് എനിക്കറിയില്ല. 2 ദിവസം കഴിഞ്ഞപ്പോ ഈ വീഡിയോ ഇറങ്ങിയ പ്രശ്നങ്ങളായി. അല്ല, മൊത്തത്തില് അതാണല്ലോ ഇപ്പൊ ചർച്ച. ഇട്ടിട്ടില്ല. 10,000 5,000 7,000 രൂപക്ക് കൊടുത്തൊക്കെ ഞാൻ ഇട്ടിട്ടില്ല. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. ഞാൻ വിപിത. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇലക്ഷൻ ആയിരുന്നു, എല്ലാവരും വോട്ടൊക്കെ ചെയ്തിരിക്കുകയായിരിക്കും അല്ലേ. ഇപ്പോൾ സെലിബ്രിറ്റികളൊക്കെ വോട്ടിനുണ്ടല്ലോ, ഏറ്റവും കൂടുതൽ ആൾക്കാർ കാണാനായിട്ട് സെലിബ്രിറ്റികളിൽ ആരൊക്കെയോ വോട്ട് ചെയ്യാൻ വന്ന് ആരൊക്കെ വോട്ട് അവരിങ്ങനെ വോട്ട് ചെയ്യുന്നതും അവിടെ പോകുന്നതും ഒക്കെ ഇങ്ങനെ നോക്കി നിൽക്കും. അതിന് പ്രധാന പങ്ക് ഈ ഓൺലൈൻ മീഡിയാസൊക്കെ ഉണ്ടല്ലോ, അവരുടെ പിന്നാലെ നടന്ന് ഇതൊക്കെ ഷൂട്ട് ചെയ്ത് നമ്മളിലേക്ക് എത്തിക്കും. അതൊക്കെ കണ്ടിരിക്കാനുള്ള രസമാണ്. വോട്ട് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ എന്താ, അതൊക്കെ കണ്ടിങ്ങനെ സമയം കളയുന്ന പരിപാടിയായിരുന്നു കേട്ടോ. അത് കണ്ടപ്പോൾ എനിക്ക് എല്ലാവരും രസമായിട്ട് തോന്നി, നിങ്ങളായിട്ടൊന്ന് ഷെയർ ചെയ്യണമെന്ന് തോന്നി. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഗുരുമന്ത്ര അപ്ഡേറ്റ് വീഡിയോയുടെ അവസാനം ഉണ്ടാവും കേട്ടോ. പാരൻസ് ഒക്കെ ഫ്രീ ആയതുകൊണ്ടായിരിക്കുന്നു ഒരുപാട് പേര് എജു നാവിഗേറ്ററിലൊക്കെ കോൾ ചെയ്തു കേട്ടോ. +2 കഴിഞ്ഞ കുട്ടികളുടെ അമ്മമാരാണ് കൂടുതൽ വിളിച്ചത്. മക്കളെ ഹയർ സ്റ്റഡീസിന് പോകാനായിട്ട് അവർക്ക് ഏത് കോഴ്സൊക്കെ സെലക്ട് ചെയ്യണം എന്നൊക്കെ കുറേ കൺഫ്യൂഷൻസ് അമ്മമാർക്ക് ഉണ്ടെന്നുള്ളത് എനിക്ക് മനസ്സിലായി. അപ്പോൾ അമ്മമാർ ഒരുപാട് പേര് വിളിച്ചിട്ടുണ്ടായിരുന്നു. എജു നാവിഗേറ്ററിൽ വിളിച്ചിട്ടുണ്ടെങ്കിൽ കണക്റ്റ് ആവുക സ്റ്റാഫുകൾക്കായിരിക്കും, അല്ലാന്നുണ്ടെങ്കിൽ എൻ്റെ ഹസ്ബൻഡിനായിരിക്കും കോൾ പോവുക കേട്ടോ. എന്തായാലും നിങ്ങൾക്ക് 100% വിശ്വാസമായിട്ട് അവരോടൊക്കെ സംസാരിക്കാം. എജു നാവിഗേറ്റർ എന്ന് പറയുന്നത് നമ്മുടെ സ്വന്തം കമ്പനി തന്നെയാണ്. നിങ്ങളുടെ കുട്ടികൾക്ക് സുരക്ഷിതമായിട്ടുള്ള ഒരു അഡ്മിഷൻ നിങ്ങൾ പറയുന്ന കോളേജിൽ, അതിപ്പോൾ എവിടെയാണെങ്കിലും, കേരളത്തിൻ്റെ ഉള്ളിലാണെങ്കിലും കേരളത്തിന് പുറത്താണെങ്കിലും, അഥവാ ഇന്ത്യക്ക് പുറത്താണോ നിങ്ങൾക്ക് അഡ്മിഷൻ വേണ്ടത്, എവിടെയാണെങ്കിലും എജു നാവിഗേറ്റർ നമ്മൾ അഡ്മിഷൻ എടുത്തു തരും. അല്ല, നിങ്ങളെല്ലാവരും എന്നെ വിശ്വസിച്ച് വിളിക്കുന്നുണ്ട്. ഇപ്പോൾ ഗുരുമന്ത്രയിലാണെങ്കിലും എജു നാവിഗേറ്ററിലാണെങ്കിലും ഒരുപാട് സപ്പോർട്ട്. ഓരോരുത്തർ വിളിച്ചിട്ട് അവരുടെ സപ്പോർട്ട് അറിയിക്കുമ്പോൾ സത്യം പറഞ്ഞാൽ നിങ്ങൾക്ക് എന്നോടുള്ള വിശ്വാസവും എന്നോടുള്ള സ്നേഹം കൊണ്ടാണ് നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യുന്നത്. എനിക്ക് നിങ്ങളുടെ സംസാരം, നിങ്ങളുടെ സൗണ്ടൊക്കെ കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ട്. ഒരുപാട് പേര് പ്രോഡക്റ്റ് പോലും സെലക്ട് ചെയ്യില്ല. അതിനൊക്കെ മുമ്പ് തന്നെ എനിക്ക് അത്രത്തോളം സപ്പോർട്ടാണ്. അപ്പോൾ അതെന്നെ വിശ്വസിച്ചിട്ടാണ് എന്നുള്ളത് 100% എനിക്കറിയാം. അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഈ ഭൂമിയിൽ അവസാനം വരെ ആ ഒരു വിശ്വാസം ഞാൻ കാത്തു സൂക്ഷിക്കും. നിങ്ങളുടെ സ്നേഹവും വിശ്വാസമാണ് എനിക്ക് എല്ലാത്തിനേക്കാളും വലുത്. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ കുറേ സെലിബ്രിറ്റീസുകളൊക്കെ ഇങ്ങനെ വോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പോയിട്ടോ. ഈ വീഡിയോ നിങ്ങൾ കണ്ടായിരുന്നോ? ഈ മധുവിധുയുടെ റിലീസല്ലേ, എന്തുണ്ട് അഭിപ്രായങ്ങളൊക്കെ മൊത്തത്തില്? ശരിക്കും ആലോചിച്ചു എന്താ ചോദിച്ചെന്ന്? എന്താ ശരിക്കും ആലോചിച്ചു നോക്കി. മധുവിധു സിനിമ റിലീസ് എന്താണ് അഭിപ്രായം? അല്ല ഇല്ല, അഭിനയിച്ചല്ലോ. അവര് ചോദിക്കാൻ വന്നത് മധുവിധു റിലീസൊക്കെയല്ലോ. അപ്പൊ ഇലക്ഷനൊക്കെ ആയിട്ട് ആരായിരിക്കും മുഖ്യമന്ത്രി? മധുവിധു റിലീസാണല്ലോ. ഇലക്ഷൻ ആയിട്ട് ആരൊക്കെയാണ് മുഖ്യമന്ത്രി? എന്താണ് അടിക്കുന്നത്? അല്ല, മൊത്തത്തില് അതാണല്ലോ ഇപ്പൊ ചർച്ച. അപ്പൊ പടയിട്ടവിടെ ഈ മധുവിധുയുടെ റിലീസല്ലേ, എന്തുണ്ട് അഭിപ്രായങ്ങളൊക്കെ? ഇതേപോലെയാണ് മീഡിയാസ്. ഒരു മൊബൈലും കയ്യിൽ പിടിച്ച് സെലിബ്രിറ്റികൾ എവിടെ പോകുന്നു അവരുടെ പിന്നാലെ പോയിട്ട് അവന് തോന്നിയ ചോദ്യങ്ങൾ ചോദിക്കും. പക്ഷെ ഉണ്ടല്ലോ, സംസാരിക്കാൻ അറിയുന്ന ഇവരെ പോലുള്ളവരുടെ കയ്യിലൊക്കെ ഇവരെ കിട്ടിയാലുണ്ടല്ലോ, ഇതുപോലെ നാട്ടിച്ച് വിടും. അത് വേറെ മീഡിയാസ് എടുത്ത് ഇടുകയും ചെയ്യും. അവരാണെങ്കിൽ കൊനസ്റ്റ് ചോദ്യം ചോദിച്ച് അവൻ നാട് വിട്ട്, ഷർഫുദ്ദീൻ്റെ മുന്നിൽ പിടിച്ചേക്കാൻ പറഞ്ഞാൽ അവൻ നാട് വിട്ട്. അതാണ് ഇങ്ങനൊരു മീഡിയാസിൻ്റെ മുമ്പിലൊക്കെ ഉണ്ടല്ലോ, അവർ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാണ്ടൊന്നും പോകണ്ട. ഇതേപോലൊരു ചോദ്യങ്ങൾ ചോദിച്ചാൽ മതി. ഇമ്മാതിരിയുള്ള ചോദ്യങ്ങളൊക്കെ അവർ നിർത്തിക്കോളും. അയ്യോ. എന്തായാലും ദിലീപേട്ടൻ കൊടുത്ത മറുപടി ആണെങ്കിലും ഷർഫുദ്ദീൻ കൊടുത്ത മറുപടി ആണെങ്കിലും എനിക്ക് ഇഷ്ടപ്പെട്ടു. എന്നാലുണ്ടല്ലോ, നാളെ നമ്മുടെ എവർഗ്രീൻ താരമായ നമ്മുടെ റനാസോന അല്ലല്ലോ, രേഷ്മ പി തങ്കച്ചൻ എന്നതേ പോലെ കാട്ടിൽ പോയിട്ട് വീഡിയോ എടുത്തിട്ടുണ്ട്. ഇത്തവണ കാട്ടിൽ പോയി വീഡിയോ എടുത്തതിൽ ആള് കിച്ചുവിനെതിരെയാണ് വന്നിരിക്കുന്നത് കേട്ടോ. കിച്ചു കുറച്ച് കാര്യങ്ങളൊക്കെ കാറിലിരുന്ന് പറഞ്ഞല്ലോ കുറച്ച് നാൾക്ക് മുമ്പ്. അത് അങ്ങോട്ട് സഹിക്കാൻ പറ്റിയിട്ടില്ല. ഇപ്പോഴും അതിൽ തന്നെ വാല് പിടിച്ചടക്കുക. ആര് ചോദിക്കുന്നു? രേണുവിൻ്റെ അടുത്ത് ചോദിക്കുന്നത് ഒരേ ഒരു സൗണ്ടുള്ള ആ വ്യക്തി തന്നെയാണ്, അല്ലാണ്ട് ഇതുപോലെ ഒരുപാട് പേരൊന്നും അല്ല. ഏതെങ്കിലും ഒരു സൗണ്ട് നിങ്ങൾ കേട്ടാലും അറിയാം, അത് രേണുവിൻ്റെ കുടുംബത്തുള്ളവരൊക്കെ തന്നെയായിരിക്കുന്നേ. ഒരു ക്യാമറ പിടിച്ച് ചോദ്യങ്ങൾ ചോദിച്ചിട്ട് വരും. കിച്ചുവിനെ നാറ്റിക്കാനായിട്ട് വീണ്ടും ഇറങ്ങി പുറപ്പെട്ടിരിക്കുകയാണ് കേട്ടോ. എന്റെ പൊന്നെ, 24-ാം തീയതി വരെ ഞാൻ സംസാരിച്ച് ഞങ്ങള് എന്താ പറയാ വീഡിയോ കോൾ ചെയ്ത് അവിടെയുള്ള ആ ജോലി സ്റ്റാഫുകൾ, അതായത് ചെമ്പരത്തി ബാർ റെസ്റ്റോറന്റ് സ്റ്റാഫുകൾ വരെ അവനെ ഹായ് പറഞ്ഞു. അയ്യോ, നിങ്ങൾ തമ്മിൽ എന്തോ ഒരു പ്രശ്നമില്ലല്ലോ, സന്തോഷമല്ലേ, എന്താ ഈ ആൾക്കാരൊക്കെ പറയുന്നെന്ന് പറഞ്ഞിട്ടാണ്. ചെമ്പരത്തി ബാർ റെസ്റ്റോറന്റിലുള്ളവർ പറഞ്ഞു അത്രേ, നിങ്ങൾ തമ്മിൽ ഒരു പ്രശ്നമില്ലല്ലോ എന്ന്. അപ്പൊ പ്രശ്നം ഉണ്ടെന്ന് ആര് പറഞ്ഞു? രേണു അവിടെ പോയി പ്രശ്നം പറഞ്ഞിട്ടുണ്ടായിരുന്നോ?
രേണുവിടെ പോയിട്ട് അവരോട് കുറ്റമൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നോ? നമ്മളാരും പറഞ്ഞിട്ടില്ല രേണുവും കിച്ചും തമ്മിൽ പ്രശ്നമുണ്ടെന്ന്, ആരും പറഞ്ഞില്ല. ഇപ്പോഴാണ് പറഞ്ഞു തുടങ്ങിയിരിക്കുന്നത് എല്ലാവരും. അപ്പൊ രേണു നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നോ നിങ്ങൾ തമ്മിൽ പ്രശ്നമുണ്ടെന്നും? വീഡിയോ ഇറങ്ങുന്നതിന് 2 ദിവസം മുന്നേ എന്നെ വീഡിയോ കോളും ചെയ്തു. അപ്പൊ ഞാൻ സ്ക്രീൻഷോട്ട് എടുക്കാം, എടാ അത് ചിരിച്ചേടാന്ന് പറഞ്ഞപ്പോ എന്നോട് നമ്മൾ സ്ക്രീൻഷോട്ട് എടുക്കല്ല എന്ന് പറഞ്ഞു. ഞാൻ എടുത്തുമില്ല. എന്താണെന്ന് എനിക്കറിയില്ല. 2 ദിവസം കഴിഞ്ഞപ്പോൾ ഈ വീഡിയോ ഇറങ്ങിയ പ്രശ്നങ്ങളാണ്. എനിക്കറിയില്ല എന്താണ്. എല്ലാം ഒന്നും ഇട്ടിട്ടില്ല. 10,000 5,000 7,000 രൂപയൊക്കെ കൊടുത്തൊക്കെ ഞാൻ ഇട്ടിട്ടില്ല. 10,000 7,000 കൊടുത്തതിന്റെ സ്ക്രീൻഷോട്ട് രേണു അയച്ചില്ല. പക്ഷെ 500 200 കൊടുത്തതിന്റെ അയച്ചു. 500 രേണു കൊടുത്തതിന്റെ മാക്സിമം എമൗണ്ട് ആണ് അത്. അതുകൊണ്ടാണ് രേണു അത് അയച്ചിരിക്കുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, 500 200 കൊടുത്ത സ്ക്രീൻഷോട്ട് പബ്ലിക്കലി ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ രേണു 7,000 5,000 ഒക്കെ കൊടുത്ത് ഇടാണ്ടിരിക്കും തോന്നുന്നുണ്ടോ? ഒരിക്കലുമില്ല. രേണു കൊടുത്തിട്ടുണ്ടെങ്കിൽ രേണു ഇടും, അല്ലെങ്കിൽ ഇപ്പം ഇടും. ഇത്രയൊക്കെ പറയുന്നുണ്ടല്ലോ രേണു, എന്തുകൊണ്ട് അത് തെളിവായിട്ട് വരുന്നില്ല? രേണു 500 200 തന്നെ കൊടുത്തിട്ടുള്ളൂ. പിന്നെ ചിരിച്ചുകൊണ്ട് കിച്ചു സ്ക്രീൻഷോട്ട്, ചിരിച്ചുകൊണ്ട് വീഡിയോ കോൾ 24-ാം തീയതി വരെ വിളിച്ചു അത്രേ. എന്നിട്ട് അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുക്കട്ടെ എന്ന് ചോദിച്ചപ്പോൾ വേണ്ടാന്ന് പറഞ്ഞു. അപ്പോൾ എന്താ കിച്ചു കരുതിക്കുട്ടി ചെയ്തു, എന്തുകൊണ്ടാണ് അവൻ അങ്ങനെ പറഞ്ഞതെന്ന് അറിയില്ല. അവ കരുതിക്കുട്ടി ചെയ്ത് വഴക്കുണ്ടാക്കി, കരുതിക്കുട്ടി കിച്ചു പ്ലാൻ ചെയ്ത് രേണുവിനെതിരെ എത്തിയതാണെന്നാണ് രേണു പറയുന്നത്. മുൻകൂട്ടി തന്നെ കിച്ചു പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു രേണുവിനെതിരെ എത്തണം എന്നുള്ളതെന്ന്. കിച്ചു ചിരിച്ചുകൊണ്ടിരിക്കുന്ന വീഡിയോ കോൾ ചെയ്യുന്നത് സ്ക്രീൻഷോട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ കിച്ചുവിന് അറിയാം അത് വെച്ച് മാർക്കറ്റാക്കും. കിച്ചുവിൻ്റെ അച്ഛനെ വിറ്റ് തന്നെ കുറേ ആയി ഇപ്പോൾ. അപ്പോൾ ഇനി കിച്ചുവിനെയും കൂടി ഇട്ട് ഇരയാക്കുന്നു കിച്ചുവിന് അറിയാവുന്നതുകൊണ്ടായിരിക്കും അവർ. പക്ഷേ കിച്ചു വേണ്ടാമേ സ്ക്രീൻഷോട്ട് എടുക്കണ്ടെന്ന് പറഞ്ഞത്. ഇതിൻ്റെ ഇടയിൽ എന്താ നടന്നതെന്ന് രേണുവിന് അറിയില്ല എന്ന് രേണു വീണ്ടും വീണ്ടും പറയുന്നു. പക്ഷേ ഇതേപോലെയുള്ള ചോദ്യങ്ങൾ ചോദിച്ചു ആരും ചോദിക്കുന്നില്ല. രേണു തന്നെ അതിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ ആയിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു മീഡിയക്കാർ ചോദിക്കുന്നു എന്നുള്ള നാട്ടുകാരെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് രേണു വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കിച്ചുവിനെ നാറ്റിക്കണം, കിച്ചുവിനെ മോശക്കാരനാക്കാൻ വേണ്ടി ഇൻഡയറക്റ്റ് ആയിട്ട് പതിയെ പതിയെ ജനങ്ങളുടെ മനസ്സിലേക്ക് ഇഞ്ചെക്ട് ചെയ്യാണ് കിച്ചു മോശക്കാരനാണെന്ന്. കിച്ചു വീഡിയോ കോൾ ചെയ്തിട്ടുണ്ടായിരുന്നു. സ്ക്രീൻഷോട്ട് എടുക്കാൻ ഞാൻ പോയപ്പോൾ എടുക്കണ്ടെന്ന് കിച്ചു പറഞ്ഞു. എന്തുകൊണ്ടാണെന്ന് അറിയില്ല. ഞാൻ അവൻ 7,000 രൂപയൊക്കെ കൊടുത്തിട്ടുണ്ട്, അതിൻ്റെ തെളിവ് ഞാൻ കാണിക്കാത്തതാണ്. അതായത് പൈസ കൊടുക്കുന്ന ഒരു 3-ാം അമ്മ, പൊന്നുപോലെ നോക്കുന്ന 3-ാം അമ്മ, കിച്ചു തന്നെ പറയുന്നുണ്ടെന്ന് 3-ാം അമ്മയെന്ന് കിച്ചു പറയുന്നുണ്ടെന്ന്. അതേല്ലോ 3-ാം അമ്മയാണല്ലോ കിച്ചുവിൻ്റെ. അപ്പോൾ പിന്നെ കിച്ചു അങ്ങനെ പറഞ്ഞാൽ എന്താ കുഴപ്പം? അപ്പോൾ അങ്ങനെ ഓരോന്ന് പറഞ്ഞ് നിങ്ങൾ ഈ 2-3 ദിവസം നാട്ടിലെത്തിയ ശേഷമുള്ള രേഷ്മ പി തങ്കച്ചൻ്റെ ഓരോ വീഡിയോ ഒരു വോയിസ് എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും രേണു ഇൻഡയറക്റ്റ് ആയിട്ട് കിച്ചുവിനെതിരെ വന്നുകൊണ്ടിരിക്കുകയാണ്. കിച്ചുവിനെ നാട്ടുകാർ വെറുക്കണം അതിന് വേണ്ടിയിട്ട്. ഇപ്പോൾ കിച്ചുവിന് നല്ല രീതിയിലുള്ള കൊളാബ് കിട്ടുന്നുണ്ട്, വർക്കുകൾ കിട്ടുന്നുണ്ട്, കിച്ചുവിനെ സപ്പോർട്ട് ചെയ്യാൻ ജനങ്ങൾ ഒരുപാട് പേരുണ്ട്. അപ്പോൾ ആ സപ്പോർട്ടൊക്കെ ഇല്ലാതാക്കാൻ വേണ്ടി രേണുവിനെ കൊണ്ട്, രേഷ്മ പി തങ്കച്ചനെ കൊണ്ട് പറ്റുന്ന പോലെയൊക്കെ രേഷ്മ പി ചെയ്യുന്നുണ്ട്. നല്ല പേരല്ലേ രേഷ്മ പി. ഈ വീഡിയോ ചെയ്യാനുള്ള റീസൺ അതാണ് കേട്ടോ. ജനങ്ങളെ പലതരത്തിലുള്ള ക്ലിപ്സ് നിങ്ങൾ ഡേ ബൈ ഡേ കാണുന്നുണ്ടാവും. ഇനി ഇതിലും മോശമായിട്ടുള്ളത് വരും. കിച്ചു എന്നോട് പറഞ്ഞതാണ് മോശമായിട്ട് വരും, ഞാൻ ഒരു പെൺകുട്ടിയെ പീഡിപ്പിച്ചു എന്ന് വരെ പറഞ്ഞേക്കാം. എൻ്റെ പേരിൽ വളരെ മോശമായിട്ടുള്ള പ്രചരണങ്ങൾ വരെ ഉണ്ടായേക്കാം, അമ്മ പറഞ്ഞുണ്ടാക്കും എന്ന് ഇൻഡയറക്റ്റ് ആയിട്ട് തന്നെ കിച്ചു പറഞ്ഞിട്ടുണ്ട് നേരത്തെ. മുൻകൂർ ആ സമയത്തൊക്കെ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് മുൻകൂർ ജാമ്യം എടുക്കുകയാണോ കിച്ചു, എന്താണിത് എന്നൊക്കെയാണ്. പക്ഷേ മുൻകൂർ ജാമ്യമൊന്നുമല്ല, ഇതാണ് സ്വഭാവം. കിച്ചുവിന് സ്വഭാവം അറിയാം. കിച്ചുവിനെ നാറ്റിക്കാൻ വേണ്ടി 18ാമത്തെ അടവുമായിട്ട് രേണു എത്തുന്നത് കിച്ചുവിന് അറിയാം. അതുകൊണ്ടാണ് കിച്ചു ആ സമയത്ത് മുൻകൂർ ജാമ്യം പോലെ പറഞ്ഞു വെച്ചത്. ആ സമയത്ത് ഞാൻ ഉൾപ്പെടെ എല്ലാവരും പറഞ്ഞത് കിച്ചു എന്താ മുൻകൂർ, ഞാൻ വീഡിയോ ചെയ്തു പക്ഷെ അപ്ലോഡ് ചെയ്തില്ല, കാരണം ഞാൻ ആലോചിച്ചു. ശരിയാ, ഞാൻ പറഞ്ഞിട്ടില്ല കേട്ടോ, ഞാൻ ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു വീഡിയോ കിച്ചുവിനെതിരെ. പക്ഷേ ഞാൻ അത് പിന്നെ ആലോചിച്ചിട്ടിടാം, വെറുതെ ആ കുട്ടീനെ അറിയാതെ നമ്മളൊന്നും ചെയ്യരുതല്ലോ എന്ന് വെച്ച് നിന്നു. പിന്നെ അന്വേഷിച്ചപ്പോൾ എനിക്ക് മനസ്സിലായ കാര്യം അതായതുകൊണ്ട് ഞാൻ ആ വീഡിയോ അപ്ലോഡ് ചെയ്തില്ല. അപ്പോൾ എനിക്കെന്നോട് പറയാനുള്ളത്, കിച്ചുവിനെ മോശക്കാരനാക്കാൻ വേണ്ടി രേണു 18 അടവ് കൊടുക്കും. ഇത് കാണുന്നവർ കിച്ചുവിനെതിരെ തിരിയാതിരിക്കട്ടെ. ആ പയ്യൻ ആരുമില്ല, അതാരും ഇല്ലാത്തൊരവസ്ഥയിലൂടെയാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ശരിയാണ്, അവൻ അച്ഛൻ്റെ വീട്ടുകാരൊക്കെ ഉണ്ട്, പിന്നെ അവൻ്റെ ഫ്രണ്ട്സൊക്കെ ഉണ്ട്, ഫ്രണ്ട്സിൻ്റെ വീട്ടുകാരൊക്കെ നല്ല രീതിയിലൊക്കെ നോക്കുന്നുണ്ട്. പക്ഷെ എന്തൊക്കെയാണെങ്കിലും അവനെ രക്തബന്ധം എന്ന് പറയാൻ ആ ഋതപ്പം മാത്രമേ ഈ ലോകത്തുള്ളൂ. അതിനാണെങ്കിൽ ആ കൊച്ചിനെ ആണെങ്കിൽ ഇപ്പോൾ അകറ്റി നിർത്തുകയാണ്. ഇപ്പോൾ കൊച്ചിൻ്റെ ഫോട്ടോസൊക്കെ ഓരോന്നൊക്കെ ഇട്ട് അവനെ മാനസികമായിട്ട് വേദനിപ്പിക്കാനൊക്കെ നോക്കുന്നുണ്ട്. അതായത് കിച്ചുവിനെ അതൊക്കെ കാണുമ്പോൾ ഒരു സെൻറ്റിമെൻറ്റ്സ് തോന്നുമല്ലോ. രേണുവിനെ കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ രേണു നല്ല രീതിയിൽ കിച്ചുവിനെ മാനസികമായി വേദനിപ്പിക്കാൻ നോക്കുന്നുണ്ട്. കിച്ചു എന്താ പറയുക, അങ്ങനെയാണ് പല കുടുംബങ്ങൾ എടുത്ത് നോക്കുകയാണെങ്കിൽ പലരും കുട്ടികളെ വെച്ചിട്ടായിരിക്കും കളിക്കുന്നത്, കുട്ടികളെ മുൻനിർത്തി കളിക്കും. അത് തന്നെ രേണുവും ചെയ്യുന്നു. കിച്ചുവിനെ ഋതപ്പനെ മുന്നിൽ നിർത്തിയിട്ട് കിച്ചുവിൻ്റെ അടുത്ത് കളിക്കുന്നു. പിന്നെ അത് ഇൻഡയറക്റ്റ് ആയിട്ട് കിച്ചുവിനെ ഇങ്ങനെ മാനസികമായി ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരിക്കുന്നു. അതെന്തെങ്കിലും ആയിക്കോട്ടെ. അപ്പോൾ എനിക്ക് എൻ്റെ പ്രേക്ഷകരോട് പറയുന്നത്, രേണു ഇതേപോലെയുള്ള ഓരോരോ വീഡിയോസ് ഇനിയും ഇതിലും ഗംഭീരമായിട്ട് വരും. ഇപ്പോൾ 7,000 രൂപ വരെ കൊടുത്തു എന്ന് പറയുന്നു, അതിൻ്റെ തെളിവില്ല. പിന്നെ വീഡിയോ കോൾ 24-ാം തീയതി വരെ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നീടാണ് ഈ ഒരു പ്രശ്നം ഉണ്ടായത്. ഇതിൻ്റെ പിന്നിൽ എന്താണെന്ന് അറിയില്ല, ഇതിൻ്റെ ഇടയിൽ എന്താ സംഭവിച്ചെന്ന് അറിയില്ല എന്ന് പറയുന്നത് പച്ചക്കള്ളോടെ ഇതിൻ്റെ ഇടയിൽ എന്തോ നടന്നിട്ടുണ്ട്.
രേണു പറഞ്ഞു വരുന്നത് രേണുവിൻ്റെ അടുത്ത് പൈസ ചോദിച്ചു, കൂടുതൽ പൈസ കൊടുക്കാത്തതുകൊണ്ട് കിച്ചു തിരിഞ്ഞതാണ് എന്ന് വരെ രേണു പറഞ്ഞേക്കാം. ഇനി നോക്കിയോ, അടുത്ത ക്ലിപ്പ് അതായിരിക്കും രേണു വരാൻ പോകുന്നത്. പൈസ ചോദിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷെ എനിക്കത് കൊടുക്കാൻ പറ്റിയില്ല അവൻ്റെ കയ്യിൽ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അതിനെതിരെ കിച്ചു തിരിഞ്ഞു എന്നുള്ളത് പറഞ്ഞ് കിച്ചുവിനെ വീണ്ടും മോശക്കാരനാക്കും. ഇതൊക്കെ നിങ്ങൾ നോക്കിക്കോ, ഇനി അടുത്ത് വരുന്ന വീഡിയോ ക്ലിപ്പ് അതായിരിക്കും. രേണു ഇതുപോലെ അതിൻ്റെ അപ്പുറം ചെയ്യും. എനിക്ക് എൻ്റെ പ്രേക്ഷകരോട് പറയാനുള്ളത്, കിച്ചുവിനെതിരെ തിരിയുന്നതിന് മുമ്പ് അല്ലെങ്കിൽ കിച്ചുവിനെതിരെ കുറ്റങ്ങൾ പറയുന്നതിന് മുമ്പ് അത് നമുക്ക് ആലോചിക്കാം. എന്തായാലും നമുക്ക് നോക്കാം എന്താണെന്നുള്ളത്. സത്യം എന്താണെന്ന് നമുക്കറിയില്ല. എന്തായാലും അധികം നാളൊന്നും ഇതൊന്നും മൂടി വെക്കാൻ പറ്റില്ല. കാരണം ഇവർ തന്നെ സോഷ്യൽ മീഡിയയിൽ അത് വാരി വിതറിക്കഴിഞ്ഞു. സത്യം അപ്പോൾ നമുക്ക് നമ്മുടെ കയ്യിലേക്ക് എത്തും, നമ്മുടെ ചെവിയിലേക്ക് എത്തും. കുറച്ചൊക്കെ എത്തിയിട്ടുണ്ട്, പക്ഷെ അത് പുറത്ത് പറയാൻ പറ്റാത്ത രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് തെളിവുകളില്ല. നമുക്ക് തെളിവുകളില്ലാണ്ട് നമ്മൾ അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊന്നും പറഞ്ഞിട്ടൊന്നും കാര്യമൊന്നുമില്ലല്ലോ. തെളിവുകൾ വരട്ടെ, അപ്പോൾ നമ്മൾ പറയാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇത്ര ഉള്ളൂട്ടോ നമ്മുടെ വീഡിയോ. പിന്നെ ഗുരുമന്ത്ര അപ്ഡേറ്റ്, നമ്മുടെ ഗുരുമന്ത്രയിൽ പുതിയ 2 ടൈപ്പ് ഓഫ് പ്രോഡക്റ്റ് നമ്മൾ കൊണ്ടുവരാണ് കേട്ടോ. ഒന്ന് ബിസിനസ് ഗ്രോത്ത്, മറ്റൊന്ന് ട്രാവൽ പ്രൊട്ടക്ഷൻ. നമ്മൾ രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുന്ന വഴി പല തരത്തിലുള്ള കാര്യങ്ങൾ നടന്നേക്കാം. നമ്മൾ തിരിച്ച് വീട്ടിലെത്തുന്ന വരെ വീട്ടുകാർക്ക് പേടിയാണ്. അങ്ങനെ പല കാര്യങ്ങളുണ്ടാവും, മനുഷ്യന്മാരല്ലേ. അപ്പോൾ നമുക്കൊരു പ്രൊട്ടക്ഷൻ വേണം. അപ്പോൾ ഒരു ട്രാവൽ പ്രൊട്ടക്ഷൻ സ്റ്റോണ് നമ്മൾ ഗുരുമന്ത്രയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നുണ്ട്. അത് നമ്മുടെ കുട്ടികൾക്കാണെങ്കിലും വലിയവർക്കാണെങ്കിലും പുറത്തേക്ക് പോകുന്ന ആർക്ക് വേണമെങ്കിലും ധരിക്കാം. അത് നിങ്ങളുടെ പേര് പറഞ്ഞിട്ടായിരിക്കും എനർജൈസ് ചെയ്ത് തരുന്നത്. റേക്കി എനർജൈസ് ചെയ്തിട്ടാണ് നമ്മൾ തരുന്നത്. അതുപോലെ തന്നെ നമ്മൾ ലോങ് ട്രാവൽ ചെയ്യുമ്പോഴൊക്കെ നമുക്ക് ഒരുപാട് ഹെൽപ്ഫുൾ ആയിരിക്കും. നമ്മൾ രാത്രിയൊന്നുമില്ല പകലൊന്നുമില്ല നമ്മൾ ട്രാവൽ ചെയ്യുന്നുണ്ടാകും. നമ്മൾ ദൂരയാത്രയൊക്കെ ചെയ്യുന്നവരുണ്ടാവും. ഇപ്പോൾ ജോലിയുടെ ആവശ്യത്തിന് വേണ്ടിയിട്ടായിരിക്കും, അല്ലെങ്കിൽ അന്യനാട്ടിൽ നിന്ന് പഠിക്കുന്നവരായിരിക്കാം, അന്യനാട്ടിൽ നിന്ന് വർക്ക് ചെയ്യുന്നവരൊക്കെ ആയിരിക്കാം. അപ്പോൾ അവർക്കൊക്കെ ഒരു പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു സ്റ്റോൺ ഒരുപാട് ഹെൽപ്പ് ചെയ്യും കേട്ടോ. അപ്പോൾ അത്തരം ഒരു ബ്രേസ്ലെറ്റ് നമ്മുടെ ഗുരുമന്ത്രയിൽ കൊണ്ടുവരാൻ പോവാണ്. റേക്ക് എനർജൈസ് ചെയ്തിട്ടായിരിക്കും നിങ്ങളുടെ മുന്നിലേക്ക് അത് എത്തുന്നത്, നിങ്ങളുടെ കൈകളിലേക്ക് അത് എത്തുന്നത്. അപ്പോൾ വേണ്ടവർ എത്രയും പെട്ടെന്ന് തന്നെ ഓർഡർ പ്ലേസ് ചെയ്യുക. ഈ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ജസ്റ്റ് ഒന്ന് വാട്സപ്പ് ചെയ്താൽ മതി കേട്ടോ. അതേപോലെ തന്നെയാണ് ബിസിനസ് ഗ്രോത്തിന് വേണ്ടിയിട്ടുള്ള പുതിയൊരു ബ്രേസ്ലെറ്റ് വരുന്നുണ്ട്. ബിസിനസ്സിൽ പലതരത്തിലുള്ള പ്രശ്നങ്ങളുണ്ടാവാം. അല്ലെങ്കിൽ ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നമുക്കൊരു ഷോപ്പുണ്ട്, ഒരു ഹോട്ടലാണെന്ന് വിചാരിച്ചു, ഒരു ഹോട്ടലുണ്ട്. അപ്പോൾ തൊട്ടപ്പുറത്ത് തന്നെ വേറെ ഹോട്ടലുണ്ട്. അപ്പോൾ നമ്മുടെ ഹോട്ടലിൽ വരുന്ന ആൾക്കാർ നമ്മുടെ അടുത്ത് വരാതെ അപ്പുറത്തെ ഹോട്ടലിൽ പോകും. ചിലപ്പോൾ അവിടുത്തെ ഫുഡ് നമ്മുടെ ഹോട്ടലിനേക്കാളും നല്ലതായതുകൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ അവിടെ കാർ പാർക്കിംഗ് കൂടുതലുള്ളതുകൊണ്ടായിരിക്കാം, എന്തെങ്കിലുമൊക്കെ സ്പെഷ്യാലിറ്റി അവിടെ കൂടുതലുള്ളതായിരിക്കാം. എല്ലാം ഇതൊന്നുമില്ല, അതിനേക്കാൾ ഫെസിലിറ്റീസും എല്ലാ കാര്യങ്ങളും നമുക്ക് ഉണ്ടായിട്ടും നമ്മളിലേക്ക് കസ്റ്റമർ എത്തുന്നില്ല. ഇപ്പോൾ ഹോട്ടലിൽ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ കേട്ടോ, അത് എന്ത് ഷോപ്പ് ആയിക്കോട്ടെ, നമ്മളിലേക്ക് കസ്റ്റമർ എത്തുന്നില്ല എന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ നമ്മുടെ എനർജിക്ക് എന്തെങ്കിലും ഒരു പ്രോബ്ലം ഉണ്ടാവും. അപ്പോൾ ആ എനർജി ബൂസ്റ്റപ്പ് ചെയ്ത് കസ്റ്റമറെ നമ്മളിലേക്ക് അട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സ്റ്റോണാണ്. അട്രാക്ട് ചെയ്യുന്ന സ്റ്റോൺ വെച്ചിട്ട് ഉണ്ടാക്കിയതാണ് കേട്ടോ ബിസിനസ് ഗ്രോത്ത് ബ്രേസ്ലെറ്റ്. അപ്പോൾ ആ ഒരു ബ്രേസ്ലെറ്റ് നമ്മുടെ ഗുരുമന്ത്രയിൽ കൊണ്ടുവരാൻ പോവാണ്. നാളെ ആയിരിക്കും അതെൻ്റെ കയ്യിൽ കിട്ടുക. ഇപ്പം എൻ്റെ കയ്യിൽ നിങ്ങൾ കാണിക്കാനായിട്ടില്ല, അത് നാളെ നമ്മുടെ കയ്യിൽ കിട്ടും. നമ്മൾ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് ആ ഒരു ബ്രേസ്ലെറ്റ് നമ്മുടെ ഗുരുമന്ത്രയിലേക്ക് കൊണ്ടുവരുന്നത് കേട്ടോ. ട്രാവൽ പ്രൊട്ടക്ഷൻ ബ്രേസ്ലെറ്റും അതുപോലെ തന്നെ ബിസിനസ് ഗ്രോത്ത് ബ്രേസ്ലെറ്റും അത് നമുക്ക് കാരിയറിന് ഒരുപാട് ഹെൽപ്ഫുള്ളാണ്. നമ്മൾ പ്രൊമോഷനൊക്കെ നോക്കി നിൽക്കുന്നവരാണെങ്കിൽ നിങ്ങളുടെ എനർജി അതിനെന്തെങ്കിലും ഒരു തടസ്സം ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഓപ്പോസിറ്റ് എനർജിക്ക് നമ്മുടെ എനർജിയോട് ഒരു അട്രാക്ഷൻ തോന്നി നമുക്ക് ജോബ് ഗ്രോത്ത് അല്ലെങ്കിൽ സാലറി ഗ്രോത്ത് ഒക്കെ കിട്ടാനായിട്ട് ആ സ്റ്റോണിലെ പവർ ഒരു പരിധി വരെ നമ്മളെ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ അങ്ങനെ ഒരു ബ്രേസ്ലെറ്റ്, അങ്ങനത്തെ ഒരു സ്റ്റോൺ നമ്മൾ ഗുരുമന്ത്രയിൽ കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ ഈ കാണുന്ന നമ്പറിലേക്ക് ജസ്റ്റ് ഒന്ന് വാട്സപ്പ് ചെയ്താൽ ഡീറ്റെയിൽസ് ഞാൻ അയച്ചു തരാം. അപ്പോൾ ഒന്ന് കോൺടാക്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ പ്രീ ബുക്ക് ചെയ്യുക. അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും ഞാൻ വാട്സപ്പ് ചെയ്ത് ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് നമ്മളത് ഈ ഒരു ബ്രേസ്ലെറ്റ് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നത്. അതിൻ്റെ പിന്നാലെ ആയിരുന്നു കുറച്ച് നാളുകളായിട്ട് ഞാൻ. ഇപ്പോൾ എന്തായാലും അത് കൊണ്ടുവരും, 2 ദിവസത്തിനുള്ളിൽ തന്നെ അതെൻ്റെ കയ്യിലേക്ക് എത്തും. അത് എത്തിക്കണ്ടേ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. ഇതാണ് സംഭവം എന്നുള്ളത്. പിന്നെ ഇതേപോലെ സൺസ്റ്റോൺ ആണ് കേട്ടോ. ഒരുപാട് പേര് ഇത് ഞാനൊരു 3-4 തവണ റീസ്റ്റോക്ക് ചെയ്യുന്നത്. ഇത് സ്റ്റോക്ക് വരും പോകും. അതുകൊണ്ട് തന്നെ എനിക്ക് നിങ്ങളുടെ കയ്യിലേക്ക് എൻ്റെ കയ്യിൽ നിന്ന് എടുത്ത് കാണിക്കാൻ എനിക്കിത് പറ്റിയിട്ടില്ല. ഈ സ്റ്റോൺ സൺസ്റ്റോൺ ആണ്. ഒരുപാട് ഹെൽപ്ഫുൾ ആയിട്ടുള്ള സ്റ്റോൺ ആണ് കേട്ടോ. ഒരു പ്രകാശമുള്ള രത്നക്കല്ലാണ് കേട്ടോ ഇത്. നമ്മളിൽ ആത്മവിശ്വാസവും പോസിറ്റീവ് എനർജിയും ധൈര്യമൊക്കെ കൂട്ടാനായിട്ട് ഈ സ്റ്റോൺ ഹെൽപ്പ് ചെയ്യുന്നു. പോസിറ്റീവ് എനർജി നമ്മളിലേക്ക് അട്രാക്ട് ചെയ്ത് നെഗറ്റീവ് ചിന്തകളെ നമ്മളിൽ നിന്നും അകറ്റിക്കളയുന്നു. മനസ്സിന് നല്ല ഉന്മേഷവും നല്ല സന്തോഷമൊക്കെ തരാനായിട്ട് ഈ സ്റ്റോണിൻ്റെ എനർജി നമ്മളെ ഹെൽപ്പ് ചെയ്യും. നമുക്ക് മാനസിക സമ്മർദ്ദം കുറയ്ക്കാനും അതുപോലെ തന്നെ ലീഡർഷിപ്പ് കഴിവ് നമ്മളിലേക്ക് വർദ്ധിപ്പിക്കുന്നു. അതായത് നേതൃത്വ ഗുണങ്ങളില്ലേ, അതൊക്കെ നമ്മളിലേക്ക് വളർത്താനായിട്ട് സഹായിക്കുന്ന ഒരു എനർജി ഈ സ്റ്റോണിനുണ്ട്. ആരോഗ്യ ഗുണം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തിലെ ഊർജ്ജം ബാലൻസ് ചെയ്യാൻ സഹായിക്കുന്നു. നമ്മുടെ വ്യക്തിത്വം മെച്ചപ്പെടുത്താനും ആളുകളെ നമ്മളിലേക്ക് ആകർഷിക്കാനും സഹായിക്കുന്ന ഒരു രത്നക്കല്ലാണ് കേട്ടോ ഇത്. അപ്പോൾ ഈ സ്റ്റോൺ വേണമെന്നുള്ളവർ പെട്ടെന്ന് തന്നെ നിങ്ങൾ ഓർഡർ പ്ലേസ് ചെയ്യുക. നിങ്ങളുടെ പേരും നിങ്ങളുടെ ആവശ്യവും പറഞ്ഞ് റേക്ക് എനർജൈസ് ചെയ്തിട്ടാണ് ഇത് നിങ്ങളുടെ കൈകളിലേക്ക് എത്തുന്നത്. അതേപോലെ തന്നെയാണ് ഒരുപാട് പേര് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നിൽക്കുന്ന ഒരുപാട് പേരുണ്ട്. സോഷ്യൽ മീഡിയയിൽ നിൽക്കുന്നവർക്കും അതേപോലെ തന്നെ തൊണ്ട കൊണ്ടുള്ള പണി ചെയ്യുന്നവർക്ക് ഹെൽപ്ഫുള്ളാണ് കേട്ടോ ഈ ബ്രേസ്ലെറ്റ്.
നിങ്ങളുടെ നാവ് കൊണ്ടുള്ള പരിപാടി, ഇപ്പോൾ ജേർണലിസ്റ്റ് ആയിക്കോട്ടെ, ഇതുപോലെ സംസാരം ആയിക്കോട്ടെ, സംസാരിച്ചുകൊണ്ടുള്ള എന്ത് ജോലിയാണെങ്കിലും എല്ലാ ജോലിക്കും സംസാരം വേണമല്ലോ. നമ്മളെ ആൾക്കാരെ വീഴ്ത്തണോ, നമ്മുടെ ഒപ്പം എത്തിക്കണോ? ഇൻഷുറൻസ് ഒക്കെ കമ്പനിയിലൊക്കെ വർക്ക് ചെയ്യുന്നവർ നമ്മുടെ വായ്ത്താളം കൊണ്ട് ആൾക്കാരെ നമ്മളിലേക്ക് എത്തിക്കാനായിട്ട് ഈ ഒരു സ്റ്റോൺ അത് ഹെൽപ്പ് ചെയ്യും കേട്ടോ. ഒരു നീല നിറത്തിലുള്ള മനോഹരമായ കല്ലാണ് കേട്ടോ ഇത്. മനസ്സിന് സമാധാനം തരാനും ആത്മവിശ്വാസം കൂട്ടാനും വ്യക്തമായ ആശയവിനിമയം നടത്താനും, അതായത് സംസാരത്തിൽ വ്യക്തത കൊണ്ടുവരാനും ആത്മവിശ്വാസം വർദ്ധിപ്പിക്കാനും ഈ ഒരു സ്റ്റോൺ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഏകാഗ്രതയും ബുദ്ധിശക്തിയും മെച്ചപ്പെടുത്താൻ സഹായിക്കുന്നു. നമ്മുടെ ചിന്താശേഷി ഉണ്ടല്ലോ, നമുക്ക് തിങ്ക് ചെയ്യാനും കോൺസെൻട്രേഷനും ഒക്കെ ഒരുപാട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന സ്റ്റോണാണിത്. നെഗറ്റീവ് എനർജി കുറച്ച് ദോഷകരമായ ചിന്തകളെ മാറ്റി നമുക്ക് പോസിറ്റീവ് എനർജി കൊണ്ടുവരുന്നു. നിങ്ങളുടെ ആവശ്യം പറഞ്ഞിട്ട്, നിങ്ങളുടെ ജോബും നിങ്ങളുടെ ആവശ്യം പറഞ്ഞിട്ട് റേക്കി എനർജൈസ് ചെയ്തിട്ടാണ് നിങ്ങളുടെ കൈകളിലേക്ക് എത്തുന്നത്. അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ ഓർഡർ പ്ലേസ് ചെയ്യുക. പിന്നെ ഒരുപാട് പേര് ചോദിച്ചിരിക്കുന്ന മറ്റൊരു പ്രോഡക്റ്റാണ് നമ്മുടെ ഈ റിങ്. ഈ റിങ് ഒരു രക്ഷയിൽ ഒരുപാട് പേരെന്നോട് ചോദിച്ചു. ഞാൻ അവരോടൊക്കെ ഇങ്ങനെ ഹോൾഡിൽ നിർത്തിയേക്കാണ്, വരും 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 എന്ന് പറഞ്ഞിട്ട്. നാളെ ഇതെൻ്റെ കയ്യിൽ കിട്ടും. ഒരുപാട് റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട്. കറുത്ത നിറമുള്ള ഒരു ക്രിസ്റ്റലാണ് കേട്ടോ ഇത്. മനഃശാന്തിക്ക് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു പവറുള്ള ഒരു സ്റ്റോൺ ആണ്. സ്ട്രെസ് കുറയ്ക്കാനും ടെൻഷൻ കുറയ്ക്കാനും ആശങ്കകളൊക്കെ കുറയ്ക്കാനായിട്ട് നമ്മളെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു എനർജി ഈ സ്റ്റോണിനുണ്ട്. നെഗറ്റീവ് എനർജി നീക്കം ചെയ്ത് നമ്മളിലേക്ക് ഒരു പോസിറ്റീവ് വൈബ് കൊണ്ടുവരുന്നു. പഴയ വിഷമങ്ങളൊക്കെ ഉണ്ടല്ലോ, പഴയ വിഷമങ്ങൾ, ഭയം, ദുഃഖം എന്നിവയൊക്കെ വിട്ടുമാറ്റാനായിട്ട് ഈ സ്റ്റോണിൻ്റെ പവർ നമ്മളെ ഹെൽപ്പ് ചെയ്യും. ശ്രദ്ധ കേന്ദ്രീകരിക്കാനും കോൺസെൻട്രേഷൻ വർദ്ധിപ്പിക്കാനും ഒക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇത് പഠിക്കുന്ന കുട്ടികൾക്കാണെങ്കിലും നല്ലതാണ്. അതേപോലെ തന്നെ ജോലി ചെയ്യുന്നവർക്ക് ജോലി ഫോക്കസ് ചെയ്യാനും നമ്മുടെ ജോലിയിലുള്ള കഴിവ് നമ്മുടെ മെച്ചപ്പെടുത്താനും ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു പവറുള്ളൊരു സ്റ്റോണാണ്. ദൃഷ്ടിദോഷങ്ങളുള്ളവരൊക്കെ ഈ ഒരു റിങ് ധരിക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ. ഇത് അഡ്ജസ്റ്റബിൾ റിങ് ആണ്. ഏത് സൈസിലുള്ളവർക്കും നമുക്ക് ഈ ഒരു റിങ് ധരിക്കാം. വലിയൊരു കല്ലാണ് കേട്ടോ ഈ ഒരു റിങ്ങിൽ വെച്ചിരിക്കുന്നത്. സ്മോക്കി കോട്സിൻ്റെ ഈ റിങ് വേണ്ടവർ എത്രയും പെട്ടെന്ന് തന്നെ ഓർഡർ പ്ലേസ് ചെയ്യും. ഇപ്പോൾ തന്നെ ബുക്ക് ചെയ്തോളൂ. ഇപ്പോൾ തന്നെ ഒരു 10-15 പേര് നമ്മളോട് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. ഞാൻ അവരൊക്കെ ഹോൾഡിൽ നിർത്തിയിരിക്കുകയാണ്. ഇനിയിപ്പോൾ ഒരുപാട് സ്റ്റോക്ക് വന്നിട്ടുണ്ട് കേട്ടോ. വരും, നാളെ എൻ്റെ കയ്യിൽ കിട്ടും. അപ്പോൾ അത് വേണമെന്നുള്ളവർ എത്രയും പെട്ടെന്ന് തന്നെ ഓർഡർ പ്ലേസ് ചെയ്യാം കേട്ടോ. പിന്നെ ഇത് ഞാൻ ഇതിനു മുമ്പ് ഈ ഒരു പ്രോഡക്റ്റ് കാണിച്ചിട്ടുണ്ട്. ഇതെന്താണെന്ന് എല്ലാവർക്കും മനസ്സിലായല്ലോ. നമ്മുടെ പൈറൈറ്റിൻ്റെ ബ്രേസ്ലെറ്റ് എന്ന് നമ്മുടെ ആംഗ്ലെറ്റാണ്, പാദസരമാണ് കേട്ടോ ഇത്. ഇനി പാദസരമായിട്ട് നിങ്ങൾക്ക് ഇടാനായിട്ട് ബുദ്ധിമുട്ടാണെങ്കിൽ ഇതേപോലെ വലിയ സ്റ്റോണൊന്നും ഇടാൻ താല്പര്യമില്ലാത്തവരുണ്ടല്ലോ, ഇത് നമുക്ക് ഇതേപോലെ ബ്രേസ്ലെറ്റായിട്ട് ഇടാം. നല്ല ഭംഗിയായിട്ട് കിടക്കും. ബ്രേസ്ലെറ്റായിട്ടും ഇടാം. കാലിലിടണമെങ്കിൽ കാലിൽ പാദസരമായിട്ടും ഇടാം. നല്ല ഭംഗിയാണ്. കാലിൽ നല്ല തിളക്കമായിരിക്കും കേട്ടോ ഇതിടുമ്പോൾ. ചിലർക്ക് ഗോൾഡിൻ്റെയൊക്കെ ഇടാനായിട്ട് സിൽവറിൻ്റെയൊക്കെ ഇടാനായിട്ട് ബുദ്ധിമുട്ടുള്ളവരുണ്ടാവും. നിങ്ങൾ ഇത് ഇട്ടോ. പൈറൈറ്റ് ഒരു സ്വർണ്ണ നിറമുള്ള ഒരു കല്ലാണ് കേട്ടോ. ഫൂൾസ് ഗോൾഡ് എന്നാണ് പൊതുവേ വിളിക്കുന്നത്. ഇതിന് ആത്മീയവും മാനസികവുമായ പല ഗുണങ്ങളുണ്ട്. ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്നു. പുതിയ കാര്യങ്ങളൊക്കെ തുടങ്ങാനായിട്ട് നമുക്കൊരു ധൈര്യം തരും. നെഗറ്റീവ് എനർജിയിൽ നിന്നും ദോഷകരമായിട്ടുള്ള ഊർജ്ജങ്ങളിൽ നിന്നും എല്ലാം നമ്മളെ അകറ്റി നമുക്കൊരു സംരക്ഷണം തരുന്ന ഒരു കല്ലാണ് കേട്ടോ പൈറൈറ്റ്. സമ്പത്തും വിജയവും ആകർഷിക്കുന്നു. അതിനോടൊപ്പം തന്നെ ധനം, സമൃദ്ധി, ഭാഗ്യം എന്നിവ നേടാൻ സഹായിക്കുന്ന ഒരു സ്റ്റോണാണ്. ബിസിനസ് ചെയ്യുന്നവർക്ക് ഇത് ഒരുപാട് ഉപകാരപ്രദമാണ്. ബിസിനസ് ചെയ്യുന്ന ലേഡീസൊക്കെ ഉണ്ടല്ലോ, ഇതൊരെണ്ണം വാങ്ങി കാലിലിട്ടോളൂ. ഇത് പെയറായിട്ടും ധരിക്കാം, സിംഗിളായിട്ടും ധരിക്കാം. ശരീരകാന്തിയും ഉത്സാഹവും വർദ്ധിപ്പിക്കുന്നു. ശരീരത്തിലെ എനർജി ലെവൽ കൂട്ടാനായിട്ട് ഒരുപാട് സഹായിക്കുന്ന ഒരു സ്റ്റോണാണ് കേട്ടോ ഇത്. മാനസിക സമ്മർദ്ദം കുറയ്ക്കാനും ആങ്സൈറ്റി, സ്ട്രെസ് എന്നിവയൊക്കെ കുറയ്ക്കാൻ നമ്മളെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. ഇത് ഇടത് കാലിലിട്ട് ശരീരത്തിലെ പോസിറ്റീവ് എനർജി ആകർഷിക്കാം. സമ്പത്ത്, ഭാഗ്യം എന്നിവയൊക്കെ ആകർഷിക്കാനായിട്ട് ഇത് ഇടത് കാലിലാണ് ധരിക്കേണ്ടത്. ചിലരത് വലത് കാലിൽ ധരിക്കും. നമുക്ക് നെഗറ്റീവ് എനർജിയൊക്കെ പുറത്തോട്ട് കളയാനായിട്ട് ഇത് വലത് കാലിലും ധരിക്കുന്നവരുണ്ട്. 2 കാലിൽ ധരിക്കണമെങ്കിൽ 2 കാലിലും ധരിക്കാം. ഒരൊറ്റ കാലിൽ മതിയെങ്കിൽ അങ്ങനെയോ ആക്കാം. പാദസരം വേണമെന്നുള്ളവർ എത്രയും പെട്ടെന്ന് തന്നെ ഓർഡർ പ്ലേസ് ചെയ്യാട്ടോ. നല്ല ഭംഗിയാണ് കാണാതെ, കണ്ടോ? നല്ല ഭംഗിയില്ലേ കാണാൻ? നല്ല രസമാണ്. നമ്മുടെ കാലിൽ ഇട്ടിട്ടുണ്ടെങ്കിൽ കാല് കാണാൻ നല്ല ഭംഗിയായിരിക്കും. ഭംഗിയും കിട്ടും, ഇതുപോലെയുള്ള പ്രൊട്ടക്ഷനും കിട്ടും. പിന്നെ ഗുരുമന്ത്രയിൽ എപ്പോഴും ഏറ്റവും കൂടുതൽ സ്റ്റോക്ക് പോകുന്ന ഒരു സംഭവമാണ് ഇപ്പം എല്ലാവർക്കും അറിയാമായിരിക്കും, മണി മാഗ്നറ്റ് ബ്രേസ്ലെറ്റ്. ഇത് ബ്രേസ്ലെറ്റ് അല്ല, മണി മാഗ്നറ്റിൻ്റെ തന്നെ മാലയാണ് കേട്ടോ. ബ്രേസ്ലെറ്റാണ് നമ്മുടെ കൂടുതൽ പോകുന്നത്. പക്ഷേ അതിൻ്റെ തന്നെ മാലയുണ്ട്. ഇത് എപ്പോഴും മാല ഇട്ട് ധരിക്കണം എന്നില്ല. നമുക്ക് ഇടയ്ക്ക് പ്രെയർ ചെയ്യുന്ന സമയത്ത്, പിന്നെ ഇമ്പോർട്ടൻറ്റ് മീറ്റിംഗ് അല്ലെങ്കിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ബിസിനസ് ഡീലൊക്കെ നടക്കുന്ന സമയത്ത് നമുക്കിത് ഇട്ടാൽ മതി. മാല ധരിച്ചാൽ മതി. മണിയെ നമ്മളിലേക്ക് അട്രാക്റ്റ് ചെയ്യുന്നതാണ് വേണ്ടിയിട്ടാണ് കേട്ടോ ഇത്.
പണം, സക്സസ്, ഓപ്പർച്യൂണിറ്റി ഇവയൊക്കെ ആകർഷിക്കുന്ന ഒരു ക്രിസ്റ്റൽസിൻ്റെ ഒരു കോമ്പിനേഷനാണ് കേട്ടോ ഈ ഒരു മാല അല്ലെങ്കിൽ ഈ ഒരു ബ്രേസ്ലെറ്റ്. സിട്രിൻ, പൈററ്റ്, ഗ്രീൻ അവഞ്ചർ, ടൈഗർ ഐ ഇതൊക്കെയാണ് ഈ ഒരു സ്റ്റോൺസ് ഒക്കെയാണ് ഇതിലൊരു കോമ്പിനേഷനായിട്ട് വരുന്നത്. വെൽത്ത് അട്രാക്ട് ചെയ്യാനായിട്ടാണ്, പണത്തിൻ്റെ ഓപ്പർച്യൂണിറ്റീസ് നമ്മളിലേക്ക് ആകർഷിക്കാനും ബിസിനസ് ഗ്രോത്തിനും കരിയർ ഗ്രോത്തിനും ഇതൊരുപാട് സഹായിക്കുന്നുണ്ട്. കോൺഫിഡൻസ്, ഡിസിഷൻ മേക്കിംഗ്, ബോൾഡ് ഡിസിഷൻ എടുക്കാനൊക്കെ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നു. അതുപോലെ തന്നെ പോസിറ്റീവ് എനർജി, നെഗറ്റീവ് വൈബ്സിൽ നിന്നും നെഗറ്റീവ് വൈബ്സ് നീക്കി പോസിറ്റീവ് എനർജി നൽകുന്നു. ലക്ക്, സക്സസ്, ഭാഗ്യം, വിജയം ഒക്കെ നമ്മളിലേക്ക് കൊണ്ടുവരുന്നു. സിട്രിൻ എന്ന് പറയുന്ന സ്റ്റോൺ ഉണ്ടല്ലോ, നമ്മുടെ പൈസയെയും സക്സസിനെയാണ് കേട്ടോ പ്രൊട്ടക്ട് ചെയ്യുന്നത്. അതേപോലെ തന്നെ പൈറേറ്റ് വെൽത്തിനെയും പ്രൊട്ടക്ഷനെയും. പിന്നെ ഗ്രീൻ അവഞ്ചർ ഉണ്ട്, ഇത് ലക്കിനെയും കൂടുതൽ ഓപ്പർച്യൂണിറ്റീസ് നമ്മളിലേക്ക് എത്തിക്കുന്നു. പിന്നെ ടൈഗർ ഉണ്ടല്ലോ, നമ്മുടെ കോൺഫിഡൻസ്, ആക്ഷൻ, ഇതൊക്കെയാണ് ഓരോ സ്റ്റോൺസും നമുക്ക് തരുന്ന പവർ. ഇതൊരുമിച്ച് മണി മൈൻഡ് സെറ്റ് പ്ലസ് സക്സസ് എനർജി കോൺഫിഡൻസ് നൽകും. മണി അട്രാക്ഷൻ, മണി മാഗ്നറ്റ് മാലയാണ്. 108 ബീഡുണ്ട് ഇത്. അപ്പോൾ ഇത് വേണ്ടവർ ഓർഡർ പ്ലേസ് ചെയ്യുക. പിന്നെ അതാ ചാർജിങ്. ഇപ്പോൾ നമ്മുടെ ഇന്ന് പ്രോഡക്റ്റ് വാങ്ങിയിട്ട് ഒരുപാട് പേര് ചോദിക്കുന്ന കാര്യമാണ്, വിവിധ ഇത് റീചാർജ് ചെയ്യാൻ എന്ത് ചെയ്തതിൻ്റെ നെഗറ്റിവിറ്റി കുറയ്ക്കാൻ എന്ത് ചെയ്യണമെന്ന്. നിങ്ങൾക്ക് എവിടെയെങ്കിലും പോയിട്ട് അത് നെഗറ്റീവ് നമ്മുടെ സ്റ്റോണിന് ഏറ്റിട്ടുണ്ടെന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ അതിൻ്റെ നെഗറ്റിവിറ്റി മാറ്റാം. അതായത് നെഗറ്റിവിറ്റി മാറ്റിയിട്ട് ആ ഒരു സ്റ്റോൺസൊക്കെ ഒന്ന് ചാർജ് ചെയ്യാനായിട്ട് നമുക്ക് ഇതുപോലുള്ള സെലനൈറ്റ് പ്ലേറ്റ് ഉണ്ട്, പ്ലേറ്റ് യൂസ് ചെയ്യാം. ഇത് നമ്മളിപ്പോൾ ഓഫറിൽ കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് ഓഫർ അല്ലാണ്ട് നിങ്ങൾക്ക് സിംഗിൾ പീസായിട്ട് വേണമെന്നുണ്ടെങ്കിൽ സിംഗിൾ പീസായിട്ട് വാങ്ങിക്കാം. വളരെ റേറ്റ് കുറവിനായിട്ടാണ് ഗുരുമന്ത്രയിൽ ഈ ഒരു പ്ലേറ്റ് സെയിൽ ചെയ്യുന്നത്. ഇങ്ങനെ വെച്ചിട്ട് രാത്രി വെച്ചിട്ട് പോവാം, രാവിലെ ആകുമ്പോഴേക്കും ഈ സ്റ്റോൺസിൽ ഏറ്റിട്ടുള്ള എല്ലാ നെഗറ്റീവ്സും മാറ്റും. പിന്നെ നിങ്ങൾക്ക് റേക്കി എനർജൈസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഗുരുമന്ത്രയിൽ കോൺടാക്ട് ചെയ്താൽ മതി, എന്നോട് പറഞ്ഞാൽ മതി. റേക്കി എനർജൈസ് ചെയ്യണമെന്ന് നമ്മൾ ഇവിടെ നിന്ന് ചെയ്തു തരാം. നിങ്ങളത് അയച്ചു തരാമോ വേണ്ട, ജസ്റ്റ് ഈ ഒരു ബ്രേസ്ലെറ്റിൻ്റെ ഫോട്ടോ എടുത്ത് തന്നാൽ മതി. അത് നമ്മൾ എനർജൈസ് ചെയ്ത് തരാം, റേക്കി എനർജൈസ് ചെയ്ത് തരാം. നിങ്ങൾക്ക് നെഗറ്റീവ്സ് ഇതിൽ ഏറ്റവും തോന്നിയിട്ടുണ്ടെങ്കിൽ ഒന്ന് ആ സ്റ്റോൺസ് ഒന്ന് ചാർജ് ചെയ്യാനായിട്ടാണ് ഈ പ്ലേറ്റ് യൂസ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഈ പ്ലേറ്റ് വേണ്ടവർ എത്രയും പെട്ടെന്ന് തന്നെ ഓർഡർ ഈ കാണുന്ന നമ്പറിൽ പ്ലേസ് ചെയ്യാം. ഒരുപാട് പേര് ചോദിക്കുന്ന ഒരു കാര്യമാണ്. പിന്നെ കുറേ പേര് ചോദിക്കുന്നുണ്ട് ഏത് കയ്യിലിടണമെന്ന്. ഞാൻ എപ്പോഴും പറയാറുള്ള കാര്യമല്ലേ, നമ്മൾ സ്വീകരിക്കുന്നത്, അതായത് നമ്മൾ റിസീവ് ചെയ്യുന്നത്, ലക്ക് റിസീവ് ചെയ്യുന്നു, അതുപോലെ മണി റിസീവ് ചെയ്യുന്നു, അതുപോലെ പോസിറ്റീവ് എനർജി റിസീവ് ചെയ്യുന്നു. എല്ലാം റിസീവ് ചെയ്യുന്നത് ഇടത് കയ്യിൽ, ഇടതിലൂടെ നമ്മൾ റിസീവ് ചെയ്യും. അപ്പോൾ ഇതൊക്കെ ഈ സ്റ്റോൺസൊക്കെ നമ്മൾ ഇടത് കയ്യിലാണ് ഇടേണ്ടത്. ഇത് പക്ഷേ ഞാൻ വീഡിയോ ചെയ്യുന്ന സമയത്തോ അല്ലെങ്കിൽ വർക്ക് ചെയ്യുന്ന സമയത്തൊക്കെ ഞാനത് വലത് കയ്യിലേക്ക് മാറ്റും. അത് പ്രസൻറ്റ് ചെയ്യുമ്പോൾ അത് പുറത്തേക്ക് കൊടുക്കുകയാണ്. പുറത്തേക്ക് വിടുന്ന സമയത്ത് ഞാനത് വലതിലേക്ക് മാറ്റും. അത് മാറ്റിയില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, പക്ഷെ അത് അങ്ങനെ ചെയ്യുകയാണെങ്കിൽ അതാണ് അതിൻ്റെതായ രീതി. അപ്പോൾ ഞാൻ എൻ്റെ വരുന്ന ഓരോരുത്തർക്കും അതിനെക്കുറിച്ച് പറഞ്ഞു കൊടുക്കാറുണ്ട്. നിങ്ങൾ ഇങ്ങനെ ചെയ്യും, അങ്ങനെ ചെയ്യുന്ന നമ്മുടെ ഗുരുമന്ത്രിൽ നിന്ന് പ്രോഡക്റ്റ് വാങ്ങിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നും എൻ്റെ അടുത്ത് ഒരു കാര്യം ചോദിക്കാം. ഇപ്പോൾ എന്നോട് എല്ലാവരും പറയും, വിവിധ ചോദിക്കണം, ഒന്നും തോന്നല്ലേ എന്നൊക്കെ. എനിക്കൊന്നും തോന്നില്ല. നിങ്ങൾ ചോദിച്ചു, നിങ്ങൾ ചോദിക്കാണ്ടിരിക്കുമ്പോഴാണ് എനിക്ക് എന്തെങ്കിലും തോന്നുന്നത്. നിങ്ങളെ ഓരോ ഡൗട്ടുകളോ എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ, അതായത് എന്നോട് ഇതിട്ടിട്ട് എന്ത് ചെയ്യണം, എങ്ങനെ ചെയ്യണം എന്നൊക്കെ എപ്പോൾ വേണമെങ്കിൽ നിങ്ങൾക്ക് എന്നോട് ചോദിക്കാം. പ്രത്യേകിച്ച് ഒരു ടെൻഷനും ഇല്ലാണ്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒന്നാണ് ഈ സ്റ്റോൺസ്. ഇതൊക്കെ സെമി പ്രീഷ്യസ് സ്റ്റോൺസ് ആണ്. നമ്മൾ ഡയമണ്ട് യൂസ് ചെയ്യില്ലേ, നമ്മൾ ഡയമണ്ട് യൂസ് ചെയ്യുമ്പോൾ നമ്മൾ എന്തെങ്കിലും പ്രത്യേകിച്ച് നോക്കാറുണ്ടോ? അതൊരു സ്റ്റോൺ അല്ലേ? അതേപോലെ തന്നെ ഒരു സ്റ്റോൺ ആണ്. ഇത് സെമി പ്രീഷ്യസ് ആണെന്നുള്ളത്, അത് മറ്റേത് പ്രീഷ്യസ് ആണ്, അത്രയേ ഉള്ളൂ. ഇത് എനർജീസ് ചെയ്യുന്നു. നമുക്കൊരു എനർജി ഉണ്ട്, അതുപോലെ തന്നെ ഇതിനൊരു എനർജി ഉണ്ട്. നമ്മുടെ എനർജി ആയിട്ട് ഇത് നിന്ന് നമ്മുടെ കാര്യങ്ങൾ ഭംഗിയാക്കി നടത്തി തരുന്നു ഈ ഒരു സ്റ്റോൺസ്. അല്ലാതെ ഈ സ്റ്റോൺസ് നമ്മൾ അങ്ങനെ ചെയ്യണം, ഇങ്ങനെ ചെയ്യണം, അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. ആ സ്റ്റോൺ ഇങ്ങനെ നോക്കണം, അങ്ങനെ നോക്കണം, അങ്ങനെയൊന്നുമില്ല. ഇത് നമുക്ക് കൂളായിട്ട് കൊണ്ടുപോകാൻ പറ്റിയ ഒന്ന് സ്റ്റോണാണിത്. നോൺ കഴിക്കുമ്പോൾ യൂസ് ചെയ്യാം, പീരീഡ്സ് ആകുമ്പോൾ യൂസ് ചെയ്യാം. കുറേ പേർക്ക് അങ്ങനെ ഡൗട്ടുണ്ട്, നോൺ കഴിക്കുമ്പോൾ യൂസ് ചെയ്യുമ്പോൾ പീരീഡ്സ് ആകുമ്പോൾ യൂസ് ചെയ്യാമോ? ഒരു കുഴപ്പമില്ല. നിങ്ങൾ കരിങ്ങാലി ബ്രേസ്ലെറ്റ് വേണമെങ്കിൽ പീരീഡ്സ് ആകുമ്പോൾ മാറ്റി വെച്ചോളൂ, നോൺ കഴിക്കുമ്പോഴും വേണമെങ്കിൽ മാറ്റി വെച്ചോളൂ. അഥവാ നിങ്ങൾ നോൺ കഴിച്ചപ്പോൾ അത് ഇട്ടുപോയി എന്ന് കരുതി ഒരു കുഴപ്പമൊന്നുമില്ല. ജസ്റ്റ് ഒരു ഒരു ഡ്രോപ്പ് നെയ്യ് എടുത്തിട്ട് ഒന്ന് റബ്ബ് ചെയ്ത് ഒന്ന് പോളിഷ് ചെയ്ത് അതൊന്ന് ചാർജാക്കി എടുത്താൽ മതി. അല്ലാതെ ഇതൊക്കെ യൂസ് ചെയ്തിട്ട് ഒരു കുഴപ്പമില്ല. ഞാനല്ലേ പറയുന്നത്, എനിക്കതിൻ്റെ ഗുണങ്ങളുള്ളത് കൊണ്ടാണ് ഞാൻ നിങ്ങളോടത് പറയുന്നത്. അപ്പോൾ പിന്നെ നമ്മുടെ വിഷുവാണ്. വിഷുവിന് സത്യം പറഞ്ഞാൽ ഈ വിഷുവിന് എല്ലാവർക്കും കൈനീട്ടം ഗിഫ്റ്റ് കൊടുക്കണം എന്നാണ് ഞാൻ കരുതിയത്. പക്ഷേ എനിക്ക് കൈനീട്ടം അറേഞ്ച് ചെയ്യാൻ പറ്റിയില്ല. എമൗണ്ട് അല്ല ഞാൻ ഉദ്ദേശിച്ചത്, കൈനീട്ടത്തിൻ്റെ കാർഡും കാര്യങ്ങളൊക്കെ ഇല്ലേ. അപ്പോൾ ഞാൻ 2-3 പേരായിട്ട് കണക്ട് ചെയ്തു, എനിക്ക് കാർഡ് വേണം എന്നൊക്കെ പറഞ്ഞു. പക്ഷേ നമുക്ക് ഇത്രയും ബൾക്ക് ഓർഡർ വന്നിട്ടുണ്ട്. അപ്പോൾ അത്രയും ഓർഡറിനുള്ള കാർഡ് അവർ
അടിച്ചു തരാൻ ടൈമില്ല, എത്തൂല എന്നാണ് അവർ പറഞ്ഞത്. അപ്പോൾ പിന്നെ ഞാനത് വേണ്ടാന്ന് വിചാരിച്ചു. അതുകൊണ്ടാണ് കൈനീട്ടമില്ലാത്തത് ഞാൻ ഓഫർ ഇട്ടത് കേട്ടോ. കൂടുതൽ ഓഫർ ഇടാനുള്ള റീസൺ അതാണ്. ഞാൻ കൈനീട്ടം ഗുരുമന്ത്രയിൽ നിന്ന് മേടിക്കുന്ന ഓരോ പ്രൊഡക്റ്റിന് എല്ലാവർക്കും ഒരു കൈനീട്ടം ഇരിക്കട്ടെ എന്ന് വെച്ചിട്ട് കൈനീട്ടം കാർഡിലൊക്കെ വെച്ചിട്ട് കൊടുക്കാന്നൊക്കെ പ്ലാനിങ് ഒക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ ഞാൻ കുറേ നാളായി ഞാൻ ഇതിന് പിന്നാലെ നടക്കുന്നു. പക്ഷേ അപ്പോഴും അവരാരും എനിക്ക് കണക്ട് ചെയ്ത് കിട്ടിയില്ല. പിന്നെ 2-3 പേരെ ഞാൻ കണക്ട് ചെയ്ത് കിട്ടിയപ്പോൾ അവർ പറയുകയാണ് ഇനി ഓർഡർ എടുക്കാൻ പറ്റില്ല, ഇത്രയും ബൾക്ക് ഓർഡർ ഇപ്പോൾ അവർക്ക് പറ്റില്ല എന്ന് പറയുന്നു. നമുക്ക് വന്ന ഓർഡർ തന്ന എല്ലാവർക്കും കൊടുക്കണ്ടേ നമ്മൾ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ആ പ്ലാൻ മാറ്റിയിട്ട് ഞാൻ ഓഫർ ഇട്ടു. 5 ഓഫർ ഉണ്ട്, കണ്ടോളൂ. ഓർഡർ പ്ലേസ് ചെയ്യാം കേട്ടോ. ഈ നമ്പറിൽ ഇപ്പം തന്നെ കോൺടാക്ട് ചെയ്തോളൂ. 5 ഓഫറുകളുണ്ട്. റേക്ക് എനർജൈസ്ഡ് ആയിട്ടുള്ള 100% ഒറിജിനൽ സ്റ്റോൺ ഉപയോഗിച്ച് തയ്യാറാക്കിയ ബ്രേസ്ലെറ്റുകൾ. ഇത് നിങ്ങൾ നിത്യവും ധരിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ പോസിറ്റീവ് എനർജി, നിങ്ങളുടെ ജീവിതത്തിൽ സമാധാനം ഉണ്ടാക്കാനൊക്കെ ഒരുപാട് സഹായിക്കും. ഇതിലെ ആദ്യത്തെ ഓഫറാണ് മണി മാഗ്നറ്റ്. ഈ മണി മാഗ്നറ്റ് ബ്രേസ്ലെറ്റ് നമ്മൾ ഇതുവരെ ഓഫറിൽ കൊണ്ടുവന്നിട്ടില്ല. പക്ഷെ വിഷുക്കാലത്ത് നിങ്ങളുടെ ലൈഫ് കൂടുതൽ അടിപൊളിയാക്കാനായിട്ട്, ഇനി മുന്നോട്ട് നല്ലൊരു വർഷം നിങ്ങൾക്ക് ഉണ്ടാവാനായിട്ട്, പൈസയൊക്കെ അട്രാക്ട് ചെയ്ത് നിങ്ങളിലേക്ക് എത്താനായിട്ട് മണി മാഗ്നറ്റ് ആണ് കേട്ടോ ആദ്യം തന്നെ ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത്. ഈ മണി മാഗ്നറ്റ് എന്താണെന്ന് ഞാൻ പ്രത്യേകം പറയേണ്ട ആവശ്യമില്ലല്ലോ, ഒരുപാട് പേർക്ക് അറിയാം. ഗുരുമന്ത്രയിലെ ഏറ്റവും കൂടുതൽ സെയിലാവുന്ന അല്ലെങ്കിൽ എപ്പോഴും ഔട്ട് ഓഫ് സ്റ്റോക്ക് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രോഡക്റ്റാണ് മണി മാഗ്നറ്റ് ബ്രേസ്ലെറ്റ്. വെൽത്ത് അട്രാക്ട് ചെയ്യാനും ഇൻകത്തിന്റെ ഓപ്പർച്യൂണിറ്റീസ് കൂട്ടാനും വെൽത്ത് അട്രാക്ട് ചെയ്യാനും ബിസിനസ് ഗ്രോത്തിനും കരിയർ സക്സസിനും ലക്ക് അട്രാക്ട് ചെയ്യാനും സക്സസ് അട്രാക്ട് ചെയ്യാനും ഈ ഒരു ബ്രേസ്ലെറ്റ് ഉണ്ടല്ലോ നിങ്ങൾ റേക്കി എനർജൈസ് ചെയ്തിട്ട് ധരിച്ചോളൂ. റേക്കി എനർജൈസ് ചെയ്തിട്ടുള്ള പ്രോഡക്റ്റുകളാണ് കേട്ടോ ഇതെല്ലാം. മണി മാഗ്നറ്റ് ബ്രേസ്ലെറ്റ് ഇത് നമ്മൾ ഓഫറിൽ കൊണ്ടുവന്നിരിക്കുകയാണ്. ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സെലനറ്റ് പ്ലേറ്റ് നിങ്ങൾക്ക് ഞാൻ തരുകയാണ്. നെഗറ്റീവ് എനർജി നിങ്ങളുടെ ഈ സ്റ്റോൺസിനൊക്കെ ഏറ്റിട്ടുണ്ടെങ്കിൽ ഈ ഒരു പ്ലേറ്റിൽ വെച്ച് ചാർജ് ചെയ്ത് ആ നെഗറ്റീവ്സ് എല്ലാം തന്നെ നിങ്ങൾക്ക് റിമൂവ് ചെയ്യാൻ സാധിക്കും. അല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു ബ്രേസ്ലെറ്റ് ഈ സ്റ്റോൺസ് ഉണ്ടല്ലോ, നാച്ചുറൽ സ്റ്റോൺസ് ചാർജ് ചെയ്യാൻ ഒന്നും കൂടി ഒന്ന് പോസിറ്റീവ് എനർജി കൂട്ടി ചാർജ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് ഈ ഒരു പ്ലേറ്റ് യൂസ് ചെയ്യാം. ഈ പ്ലേറ്റ് നമ്മൾ ഓഫറിൽ കൊണ്ടുവന്നിരിക്കുകയാണ്. അതേപോലെ തന്നെയാണ് ഇത് നമ്മുടെ റൂമിലൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമ്മുടെ പ്രധാന വാതിലിലൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര പോസിറ്റീവ് എനർജി ആയിരിക്കും ഉണ്ടാവുക. പിന്നെ കരിങ്കാലി ബ്രേസ്ലെറ്റ്, പിന്നെ ഒരുപാട് പേര് ചോദിക്കുന്ന നമ്മുടെ കരിങ്ങാലി രുദ്രാക്ഷം സിൽവർ ക്യാപ്പിൽ ചെയ്ത മാല. പുരാതന കാലം മുതൽ പ്രാധാന്യമുള്ള കരിങ്ങാലി മാല നിങ്ങളുടെ ജീവിതത്തിൽ പോസിറ്റീവ് എനർജി കൊണ്ടുവരും. ദൃഷ്ടിദോഷങ്ങളിൽ നിന്നുമെല്ലാം നിങ്ങളെ രക്ഷിക്കാൻ ഈ ഒരു കരിങ്കാലിക്ക് നിങ്ങളെ സഹായിക്കാൻ സാധിക്കും. റേക്കി എനർജൈസ് ചെയ്തിട്ടാണ് കേട്ടോ ഇതെല്ലാം തരുന്നത്. ഇത് 4ഉം നിങ്ങൾക്ക് ഓഫറിൽ ഞാൻ തരാണ്. ദൃഷ്ടിദോഷങ്ങളോ അല്ലെങ്കിൽ കാര്യതടസ്സങ്ങളോ സമാധാനമില്ലായ്മ അങ്ങനെ പല പ്രശ്നങ്ങളോ അലട്ടുന്ന ഒരുപാട് പേര് നമുക്കിടയിലുണ്ട്. അപ്പോൾ ഈ വിഷുക്കാലത്ത് നിങ്ങൾക്കായിട്ട് ഗുരുമന്ത്രം കൊണ്ടുവന്നിരിക്കുന്ന ഓഫറാണ് കരിങ്കാലി ബ്രേസ്ലെറ്റ്. കരിങ്കാലി ബ്രേസ്ലെറ്റിൻ്റെ കൂടെ കരിങ്കാലി മാല സിൽവർ ക്യാപ്പിലാണ്. രുദ്രാക്ഷം ഉണ്ട് കേട്ടോ, 5 മുഖ രുദ്രാക്ഷമാണ്. 5 മുഖ രുദ്രാക്ഷത്തിൻ്റെ പ്രാധാന്യം നിങ്ങൾക്കറിയാലോ. പാപങ്ങളിൽ നിന്ന് നമ്മളെ മോചിപ്പിക്കും. നമ്മൾ ഇതുവരെ ചെയ്തിട്ടുള്ള പാപങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മോചിപ്പിക്കാനായിട്ടും നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ടും ഈ രുദ്രാക്ഷം സഹായിക്കും. എല്ലാവർക്കും ധരിക്കാവുന്ന ഒരു രുദ്രാക്ഷമാണ് 5 മുഖ രുദ്രാക്ഷം. കരിങ്ങാലിലും 5 മുഖ രുദ്രാക്ഷത്തിലും സിൽവർ കെട്ടിയുള്ള മാലയാണ് കേട്ടോ ഓഫറിൽ കൊണ്ടുവന്നിരിക്കുന്നത്. ഒരു സെലനൈറ്റ് പ്ലേറ്റും നിങ്ങൾക്ക് ഇതിൻ്റെ കൂടെ തരാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ട് ഈ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ഇപ്പോൾ തന്നെ വാട്സപ്പ് ചെയ്യുക. പെട്ടെന്ന് തന്നെ ബുക്ക് ചെയ്യുക. ഇന്നു മുതൽ വിഷു വരെ നമുക്ക് ഈ ഒരു ഓഫർ ഉണ്ടാകും. അപ്പോൾ അടുത്ത ഓഫർ നോക്കിയാലോ. അടുത്ത ഓഫറിൽ നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് 7 ചക്രയാണ്. 7 ചക്ര ബ്രേസ്ലെറ്റ് ഞാൻ അനുമോൾക്ക് ഗിഫ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അനുമോളും അത് അനുമോളുടെ ലൈഫിലുള്ള പ്രധാനപ്പെട്ട എല്ലാ ചടങ്ങിലും അനുമോൾ അത് ഉപയോഗിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അത് അനുവിനോട് പറഞ്ഞതും ഇത് തന്നെയാണ്. റേക്ക് എനർജൈസ് ചെയ്തിട്ടുള്ളതാണ്. അനുവിൻ്റെ നല്ല കാര്യങ്ങൾക്കൊക്കെ അത് ഉപയോഗിക്കാൻ പറഞ്ഞു. അനു അത് ഇപ്പോൾ കഴിഞ്ഞ ദിവസം കാറ് റിസീവ് ചെയ്യാൻ വേണ്ടി പോയ സമയത്തും അനുമോളുടെ കയ്യിൽ ഈ ഒരു ബ്രേസ്ലെറ്റ് ഉണ്ടായിരുന്നു. വളരെ സന്തോഷം. അനുവിന് ഒരുപാട് ഗുണങ്ങൾ ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്തായാലും മുന്നോട്ട് നല്ല നല്ല ഉയരങ്ങളിലേക്ക് ആളെത്തട്ടെ. ആ ഒരു ബ്രേസ്ലെറ്റ് ആണ് കേട്ടോ. പെട്ടെന്ന് ഇത് കണ്ടപ്പോൾ അനുമോൾ ഓർത്തുപോയി. അതുകൊണ്ടാണ് പറഞ്ഞത്. ഈ ഒരു ബ്രേസ്ലെറ്റ് 7 ചക്ര ബ്രേസ്ലെറ്റ് ആണ്. നമ്മുടെ ശരീരത്തിലുള്ള 7 ചക്രങ്ങളെയും ആക്ടിവേറ്റ് ചെയ്യുന്നു, എനർജൈസ് ചെയ്യുന്നു. നമ്മുടെ ആത്മവിശ്വാസം കൂട്ടാനും മാനസിക സംഘർഷങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കുറച്ച് നമ്മളെ ഭയങ്കരമായിട്ട് പോസിറ്റീവ് ആക്കാനും നമ്മുടെ മുന്നോട്ടുള്ള തടസ്സങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം മാറ്റി നമ്മളെ മുന്നോട്ട് നയിക്കാനൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ബ്രേസ്ലെറ്റ് ആണ് 7 ചക്ര ബ്രേസ്ലെറ്റ്. ഇത് റേക്കി എനർജൈസ് ചെയ്തിട്ടാണ് ഗുരുമന്ത്രം നിങ്ങളുടെ കയ്യിലേക്ക് എത്തിക്കുന്നത്. ഇത് നമ്മൾ ഓഫറിൽ കൊണ്ടുവന്നിരിക്കുകയാണ്. കൂടാതെ രണ്ടാമത്തെ ഓഫറിൽ രണ്ടാമത്തെ പ്രോഡക്ട്സിൽ നമ്മളിതാ
ഇതും കൂടി കൊണ്ടുവന്നിരിക്കുകയാണ് കരിങ്കാലി ബ്രേസ്ലെറ്റ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കരിങ്കാലിക്ക് ഒരുപാട് ഗുണങ്ങളുണ്ട്. പുരാതന കാലം മുതൽ ഉപയോഗിച്ചു വരുന്ന ഒരു മരമാണ് കരിങ്കാലി. അപ്പോൾ അതിൻ്റെ ബ്രേസ്ലെറ്റുകൾ നമ്മൾ നിത്യവും ധരിക്കുകയാണെങ്കിൽ നെഗറ്റീവ് എനർജി, ദൃഷ്ടിദോഷങ്ങൾ, നമുക്ക് ചുറ്റുള്ള കണ്ണ് എല്ലാം മാറാനായിട്ട് ഈ ഒരു ബ്രേസ്ലെറ്റ് അല്ലെങ്കിൽ ഈ ഒരു സ്റ്റോൺ, ഈ ഒരു വുഡ്, ഈ മരം നമ്മൾ ഒരുപാട് സഹായിക്കും. അതിൻ്റെ ബ്രേസ്ലെറ്റ് നമ്മൾ ഓഫറിൽ കൊണ്ടുവന്നിരിക്കുകയാണ്. പിന്നെ ഈ മാല, കരിങ്കാലി രുദ്രാക്ഷം സിൽവർ കെട്ടിയ മാല. ഇത് ഒരുപാട് പേര് ചോദിക്കുന്ന ഒരു മാലയാട്ടോ. ഈ മാല നമ്മൾ ഓഫറിൽ കൊണ്ടുവന്നിരിക്കുകയാണ്. പിന്നെ സെലനൈറ്റ് പ്ലേറ്റ്. നമുക്കിതൊക്കെ പുറത്തോട്ടൊക്കെ പോയി നെഗറ്റീവ്സൊക്കെ നമ്മൾ ഏറ്റിട്ടുണ്ടെങ്കിൽ ഏറ്റവും നമുക്ക് തോന്നുവാണെങ്കിൽ ഈ ഒരു ബ്രേസ്ലെറ്റ് ഉണ്ടല്ലോ, നമ്മൾ ഏക്കില്ല, കാരണം നമ്മൾ പ്രൊട്ടക്റ്റഡ് ആണല്ലോ, ഈ സ്റ്റോണിനെ ഏക്കത്തുള്ളൂ. ഈ സ്റ്റോൺ ഇവിടെ കൊണ്ടുവന്ന് ഇങ്ങനെ നമുക്ക് ചാർജ് ചെയ്യാൻ വെക്കാം. ഇതിലേറ്റിട്ടുള്ള എല്ലാ നെഗറ്റീവ്സും പോയി ഈ ഒരു ബ്രേസ്ലെറ്റ് ചാർജ് ആകാൻ ഇത് മാത്രം മതി. പിന്നെ നമ്മുടെ റൂമിലൊക്കെ വെക്കുകയാണെങ്കിൽ നമുക്ക് സുഖമായിട്ട് കിടന്നുറങ്ങാം. ഭയങ്കര കാം മൈൻഡോട് കൂടി നമുക്ക് കിടന്നുറങ്ങാൻ പറ്റും. ഒരുപാട് ഗുണങ്ങളുള്ള ഒരു പ്ലേറ്റ് ആണ് കേട്ടോ സെലനൈറ്റ് പ്ലേറ്റ്. അപ്പോൾ ഇത് നമ്മൾ ഓഫറിൽ കൊണ്ടുവന്നിരിക്കുകയാണ്. നമ്മുടെ ഗുരുമന്ത്രയിൽ നിന്ന് ഒരുപാട് പേര് പ്രോഡക്റ്റുകൾ വാങ്ങിയിട്ടുണ്ട്. പിന്നെ റീചാർജ് ചെയ്യാൻ, ചാർജ് കൂട്ടാൻ അല്ലെങ്കിൽ വീണ്ടും എന്താ ചെയ്യേണ്ടതെന്നൊക്കെ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു പ്ലേറ്റ് ഉണ്ടല്ലോ, ഇത് നമ്മളിപ്പോൾ ഓഫറിൽ കൊണ്ടുവന്നിരിക്കുകയാണ്. ഇതൊക്കെ അങ്ങോട്ട് വാങ്ങിച്ചിട്ട് ഇത് 4 എണ്ണമാണ് ഒരു കോമ്പോയിൽ വന്നിരിക്കുന്നത്. ഇനി മൂന്നാമത്തെ ഓഫറാണ് മണി മാഗ്നറ്റ്. വെൽത്ത് അട്രാക്ട് ചെയ്യാനും സക്സസ് അട്രാക്ട് ചെയ്യാനും ബിസിനസ് ഗ്രോത്തിനും കരിയർ ഗ്രോത്തിനും നമുക്ക് ഒരുപാട് ഇൻകം ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ കൂടാനൊക്കെ നമ്മളെ അട്രാക്ട് ചെയ്യുന്ന മണി അട്രാക്ട് ചെയ്യുന്ന മണി ബ്രേസ്ലെറ്റ് അല്ലെങ്കിൽ മണി മാഗ്നറ്റ് ബ്രേസ്ലെറ്റ് എന്നൊക്കെ പറയാം. ഇത് നമ്മൾ ഓഫറിൽ കൊണ്ടുവന്നിരിക്കുകയാണ്. ഇത് ചാർജ് ചെയ്യാനുള്ള സെലനൈറ്റ് പ്ലേറ്റും ഓഫറിൽ കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ കരിങ്കാലി ബ്രേസ്ലെറ്റ്, പിന്നെ കരിങ്കാലിയുടെ ജപമാലയാണ് കേട്ടോ കൊണ്ടുവന്നിരിക്കുന്നത്. ഒരുപാട് പേര് ചോദിക്കുന്നതാണ് ജപമാല. 108 ബീഡാണ്. നമുക്കിത് കഴുത്തിലിടാനും പിന്നെ നമ്മൾ പ്രാർത്ഥിക്കുന്ന സമയത്ത് നമുക്കിങ്ങനെ പ്രാർത്ഥിക്കാനും ഒക്കെ ഉപകരിക്കുന്ന ഒരു ജപമാല, കരിങ്കാലി ജപമാല. ഒരുപാട് പേര് ചോദിക്കുന്നതാണിത്. ഇതൊക്കെ വളരെ ചീപ്പ് റേറ്റിനാണ് നമ്മളിപ്പോൾ കൊണ്ടുവന്നിരിക്കുന്നത്. ഇത് 4 പ്രോഡക്റ്റൊക്കെ നിങ്ങൾക്ക് ഒരുമിച്ച് വളരെ നല്ലൊരു ഓഫറിലാണ് കൊണ്ടുവന്നിരിക്കുന്നത്. എങ്ങനെയാണ് അതിൻ്റെ ഡീറ്റെയിൽസ് അറിയാൻ ഈ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ഇപ്പം തന്നെ വാട്സപ്പ് ചെയ്തോളൂ, വേഗം ബുക്ക് ചെയ്യുക. പിന്നെ അടുത്തത് നമ്മൾ ഓഫറിൽ കൊണ്ടുവന്നിരിക്കുന്നത് ഓറ ഹെമിറ്റേറ്റഡ് ബ്രേസ്ലെറ്റ്. നമ്മളുണ്ടല്ലോ, നമുക്ക് പല പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. പ്രശ്നങ്ങളില്ലാത്ത മനുഷ്യന്മാരില്ല. പക്ഷേ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിലും നമ്മൾ അത് മുന്നോട്ട് അത് ചെയ്യും, അത് നമ്മൾ നടത്തിയെടുക്കും എന്ന് നമ്മൾ മനസ്സുകൊണ്ട് തീരുമാനിച്ചാൽ ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടല്ലോ ഒന്നുമല്ല. നമ്മൾ തന്നെയാണ് ഒന്ന് ഡൗൺ ആയി താഴേക്ക് പോകുന്നത്. പക്ഷെ നമ്മൾ അതൊന്നും വേണ്ട. നമ്മൾ സ്ട്രോങ് ആയിട്ട് എല്ലാ കാര്യങ്ങളും എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതൊക്കെ പോട്ടെ എന്നൊക്കെ പറഞ്ഞ് മുന്നോട്ട് പോകണമെങ്കിലുണ്ടല്ലോ നമുക്ക് ഉള്ളിൽ ഒരു ധൈര്യം ഉണ്ടാവണം, അല്ലെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നുള്ളൊരു കോൺഫിഡൻസ് ഉണ്ടാവണം. അത് നമ്മുടെ ഓറ നല്ല കറക്റ്റ് ആയിട്ടിരിക്കണം. നമ്മുടെ ഓറ നമുക്ക് വല്ല ദൃഷ്ടിദോഷങ്ങളോ കണ്ണേറോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ ഓറ സ്ട്രോങ് ആയിരിക്കില്ല. അതിങ്ങനെ ഷഫിൾ ചെയ്തുകൊണ്ടിരിക്കും, അല്ലെങ്കിൽ അതിങ്ങനെ ബ്ലേഡ് ആയിട്ടിരിക്കും. അങ്ങനെയാകുമ്പോൾ നമുക്ക് ഒരു കാര്യം നമ്മൾ ചെയ്യണമെന്ന് വിചാരിച്ചപ്പോൾ നമുക്കത് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളപ്പോൾ ഈ ഒരു ബ്രേസ്ലെറ്റ് ഉണ്ടല്ലോ, ഓറോ ഹെമിറ്റേറ്റഡ് ബ്രേസ്ലെറ്റ് ആണ് കേട്ടോ. ഇത് നമ്മൾ ധരിക്കുകയാണെങ്കിൽ നമ്മുടെ ഓറ നല്ല സ്ട്രോങ് ആക്കി വെക്കാൻ പറ്റും. നമ്മുടെ ഓറ സ്ട്രോങ് ആണെങ്കിൽ തന്നെ നമുക്ക് പല കാര്യങ്ങളും നമുക്ക് ചെയ്യാനും തടസ്സങ്ങളൊക്കെ മാറാനൊക്കെ ഒരുപാട് ഉപകരിക്കുന്ന ഈ ഒരു ബ്രേസ്ലെറ്റ് ആണ്. റേക്കി എനർജൈസ് ചെയ്തിട്ടാണ് കേട്ടോ ഈ ഒരു ബ്രേസ്ലെറ്റ് ഞാൻ നിങ്ങളുടെ കയ്യിലേക്ക് തരുന്നത്. പിന്നെ അതിൻ്റെ കൂടെ തന്നെ കരിങ്കാലി ഇല്ലാത്തൊരു പരിപാടിയില്ല. കാരണം കരിങ്കാലിക്ക് അത്രമാത്രം എനർജിയാണുള്ളത്, പോസിറ്റിവിറ്റിയാണുള്ളത്. അപ്പോൾ നമ്മുടെ കസ്റ്റമർക്ക് ഗുരുമന്ത്രം ഇത് കൊടുക്കണ്ടേ? ഉറപ്പായിട്ടും ഇത് കൊടുക്കണ്ടല്ലേ? അതുകൊണ്ട് ഇത് ഓഫറിൽ കൊണ്ടുവന്നിരിക്കുകയാണ്. പിന്നെ ഇതൊക്കെ ചാർജ് ചെയ്യാനായിട്ട് ഇത് സെലനൈറ്റിൻ്റെ ബ്രേസ്ലെറ്റ് ആണ് കേട്ടോ, വൈറ്റ് കളറ് ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്. ഈ സെലനൈറ്റ് ബ്രേസ്ലെറ്റ് ധരിക്കുന്നത് വളരെ നല്ലതാണ്. ബ്രേസ്ലെറ്റ് ഒക്കെ നമ്മൾ ധരിക്കുമ്പോൾ ഇതിനകത്ത് എന്തെങ്കിലും നെഗറ്റീവ്സ് ഒക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ ഏക്കാതിരിക്കാനൊക്കെ ആയിട്ട് ഈ ഒരു സെലനൈറ്റ് ബ്രേസ്ലെറ്റ് ഉണ്ടല്ലോ ഇതിൻ്റെ കൂടെ വെക്കുന്നത് നല്ലതായിരിക്കും. നമ്മളെ ഒന്ന് എനർജറ്റിക് ആക്കാനോ നമ്മളിൽ ഒരു നെഗറ്റീവ്സോ ഏക്കാതിരിക്കാനും അതേപോലെ തന്നെ നമ്മുടെ മറ്റുള്ള സ്റ്റോൺസിനും എപ്പോഴും ഒരു ഹെൽത്തി ആക്കി വെക്കാൻ, ചാർജ് കൂട്ടിക്കൊണ്ടിരിക്കാനായിട്ട് ഈ ഒരു ബ്രേസ്ലെറ്റ് ധരിക്കുന്നത് വളരെ നല്ലതാണ്. അത് നമ്മൾ ഓഫറിൽ കൊണ്ടുവന്നിരിക്കുകയാണ്. അടുത്ത ഓഫർ ധൻയോഗ കോണാട്ടോ. നിങ്ങൾക്ക് ഇത് ധരിക്കാനായിട്ട്, നമുക്ക് ഈ ബ്രേസ്ലെറ്റ് ഒക്കെ ഉണ്ടല്ലോ ധരിക്കാനായിട്ട് ചിലർക്കൊക്കെ ഒരു മടി ഉണ്ടാവും. അങ്ങനെയുള്ളവരാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇത് നിങ്ങളുടെ പേരിൽ എനർജൈസ് ചെയ്ത് തരാം. നിങ്ങളുടെ വീട്ടിൽ വെച്ചാൽ മതി. വീട്ടിൽ വെക്കുമ്പോൾ തന്നെ നമ്മുടെ എല്ലാവർക്കും അത് ഉപകാരമാണ്. എല്ലാവരുടെ പേരിൽ നമുക്കിത് എനർജൈസ് ചെയ്യാൻ പറ്റും. അപ്പോൾ വീട്ടിലുള്ള എല്ലാവർക്കും ആ ഒരു പോസിറ്റിവിറ്റി കിട്ടും. നിങ്ങൾ പലതരത്തിലുള്ള വർക്ക് ചെയ്യുന്നവരായിരിക്കും, പഠിക്കുന്നവരായിരിക്കും, വീട്ടിലിരിക്കുന്നവരായിരിക്കാം, ഹൗസ് വൈഫൊക്കെ ഉണ്ടാവുമല്ലോ, വീട്ടിലിരിക്കുന്നവരൊക്കെ ആയിരിക്കാം. എങ്കിൽ നിങ്ങൾക്കൊക്കെ ഒരു എനർജി ആയിട്ടിരിക്കാം. ഒരുപാട് വരുമാന മാർഗ്ഗങ്ങൾ തുറന്നു വരാനും നിങ്ങളുടെ ജോലി
ഫാമിലിയിൽ വരുമാന മാർഗം കൂട്ടാനും മണി ബ്ലോക്കേജ് ഒക്കെ മാറ്റി നെഗറ്റീവ്സ് എല്ലാം മാറ്റി പോസിറ്റീവ് എനർജി കൊണ്ടുവന്നത് നമ്മുടെ മണിക്ക് എന്തെങ്കിലുമൊക്കെ ഒരു തടസ്സങ്ങളൊക്കെ പൈസ വരാനുള്ള തടസ്സങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം മാറ്റി നമ്മളെ മൊത്തത്തിലൊന്ന് പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് ഈ കോണ് സഹായിക്കും. അതിന് വേണ്ടിയുള്ള സ്റ്റോൺസ് ആണ് ഈ ഒരു കോണിലുള്ളത്. കൺദൃഷ്ടിയൊക്കെ മാറ്റി വീട്ടിലുള്ള അറ്റ്മോസ്ഫിയറൊക്കെ ഭയങ്കര ഹാപ്പി ആയിട്ട് കൊണ്ടുപോകാനൊക്കെ നിങ്ങൾക്ക് സാധിക്കട്ടെ. അതിന് വേണ്ടിയിട്ട് ഈ ഒരു കോൺ വാങ്ങി വീട്ടിൽ വെക്കുക. ഇത് എനർജൈസ് ചെയ്തിട്ട് നിങ്ങളുടെ പേരോ നിങ്ങളുടെ വീട്ടിലുള്ള എല്ലാവരുടെയും പേര് പറഞ്ഞ് എനർജൈസ് ചെയ്തിട്ടാണ് നമ്മളിത് നിങ്ങളുടെ കയ്യിലേക്ക് എത്തിക്കുന്നത്. വളരെ നിസ്സാര പ്രൈസിനാണ് നമ്മൾ ഈ ഒരു പ്രോഡക്റ്റ് വിഷുക്കാലത്ത് നിങ്ങൾക്കായി കൊടുക്കുന്നത്. ഇത് നമ്മൾ ഈ ഒരു വിഷുക്കാലത്ത് ഓഫറിൽ കൊണ്ടുവന്നിരിക്കുകയാണ്. ഇത് ഓർഡർ ചെയ്യാനായിട്ട് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. ഈ വിഷുക്കാലത്ത് നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഒരു സ്പെഷ്യൽ ഗിഫ്റ്റ് നൽകാൻ മറക്കരുത്. സമൃദ്ധിയും സന്തോഷവും നിറഞ്ഞ ഒരു വർഷം നിങ്ങളെ തേടിയെത്തട്ടെ. ഈ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ ഓർഡർ ചെയ്യുക, അല്ലെങ്കിൽ ഈ ഒരു പേജിൽ DM ചെയ്താലും മതി. 5 ഓഫറുകളാണ് കൊണ്ടുവന്നിരിക്കുന്നത്. അടിപൊളി ഓഫറാണ്. വളരെ നിസ്സാര പ്രൈസിനാണ് നിങ്ങൾക്ക് ഇതെല്ലാം കിട്ടുന്നത്. പടക്കം പൊട്ടിക്കലും കമ്പിത്തിരികൾ എത്തിക്കലും ഒക്കെ തുടങ്ങിയിട്ടുണ്ടാവും. എല്ലാവരും സൂക്ഷിച്ച് കൈകാര്യങ്ങളൊക്കെ ചെയ്യുക. അതിനോടൊപ്പം തന്നെ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കായി ഇതുപോലുള്ള നല്ല നല്ല സമ്മാനങ്ങൾ അവരുടെ ജീവിതത്തിൽ ഉയർച്ച ഉണ്ടാവട്ടെ. നമ്മൾ സ്നേഹിക്കുന്നവർക്കൊക്കെ നല്ലത് വരാനാണ് നമ്മൾ ഒരുപാട് ആഗ്രഹിക്കുന്നത്. അപ്പോൾ അവർക്കായിട്ട് ഈ ഒരു സമ്മാനം വാങ്ങിക്കൊടുക്കുക. ഒരു സ്പെഷ്യൽ ഗിഫ്റ്റ് അവരുടെ ലൈഫിൽ ഭാഗ്യവും സമൃദ്ധിയും ഐശ്വര്യവും നിറഞ്ഞൊരു വർഷമായിരിക്കട്ടെ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക്. ഈ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ ഇപ്പോൾ തന്നെ മെസ്സേജ് ചെയ്യുക, വാട്സപ്പ് ചെയ്യുക, ഓർഡർ പ്ലേസ് ചെയ്യുക, അല്ലെങ്കിൽ ഈ പേജിൽ DM ചെയ്താലും മതി. അപ്പോൾ ഓഫറൊക്കെ കണ്ട് എല്ലാവരും ഹാപ്പി ആയിരിക്കും അല്ലേ. അപ്പോൾ വിഷു ആണ്, പടക്കമുട്ടയിലൊക്കെ തുടങ്ങിയിട്ടുണ്ടാവും. ഒരു കുറച്ച് ദിവസം കൂടിയല്ലേ ഉള്ളൂ അല്ലേ. അപ്പോൾ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഗിഫ്റ്റ് കൊടുക്കാനായിട്ട് ഈ കാണുന്ന നമ്പറിൽ എത്രയും പെട്ടെന്ന് തന്നെ ഓർഡർ പ്ലേസ് ചെയ്യാം കേട്ടോ. ശരി.